സ്വർഗ നരകങ്ങൾ ഞാനിവിടെ സൂചിപ്പിച്ചു. അത് അന്തിമമായ ലക്ഷ്യമായി ഹിന്ദു സമൂഹം കണക്കാക്കിയിട്ടില്ല. സ്വർഗവും നരകവും വാസ്തവത്തിൽ ഇവിടെ തന്നെ, ഭൂമിയിൽ തന്നെ മനുഷ്യന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്നുള്ള രീതിയിലാണ് ഹിന്ദുത്വത്തിൽ അതിനെ നോക്കിക്കാണുന്നത്. വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരുന്നു. കർമ്മങ്ങൾക്കനുസരിച്ച് ഹീനമായ കർമ്മങ്ങൾ ചെയ്യുന്നവര് വീണ്ടും താഴ്ന്ന യോനികളിൽ ജനിച്ച് വീണ്ടും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിച്ച് അത്തരത്തിലുള്ള ഒരു ജീവിത സംവിധാനത്തെ, അതായത് പുതിയ പുതിയ ജന്മങ്ങൾ ഉണ്ടാവുകയും ആ ജന്മത്തിന്റെ അവസ്ഥയിൽ സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നരക സ്വർഗങ്ങൾ ഈ ഭൂമിയിൽ തന്നെ ജീവിതാവസ്ഥയായി ചിത്രീകരിക്കുകയാണ് ചെയ്തത്. ഘടോപനിഷത്തിന്റെയും സിദ്ധാന്തത്തിൽ ഇതുതന്നെയാണ് സൂചിപ്പിക്കപ്പെട്ടത്. ഇവിടെ ഒരു പ്രത്യേകത, വേദത്തിന്റെ അർത്ഥങ്ങളെയും വേദമന്ത്രങ്ങളെയും അതിന്റെ പൊരുളിനെയും നമ്മുടെ സാങ്കേതികമായ അല്ലെങ്കിൽ നാം സാധാരണ ഉപയോഗിക്കുന്ന ശബ്ദം കൊണ്ട് ആ അർത്ഥത്തിൽ അത് വ്യാഖ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധങ്ങൾ സ്വാഭാവികമാണ്. നേരത്തെ തന്നെ നമ്മളോട് സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന ഒരു വാക്യം പറഞ്ഞു. സംഗതി ശരിയാണ്. അത് നമ്മൾ സാധാരണ പറയും സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്ന് തന്നെയാണ്. പക്ഷെ അതിന്റെ മുകളിലുള്ള 3 വരിയുടെയും അർത്ഥം എടുക്കുമ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നാണോ അതിനർത്ഥം വരിക എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ചെറുപ്പകാലത്ത് പിതാവിനാലും യുവതിയാകുമ്പോൾ ഭർത്താവിനാലും വാർദ്ധക്യകാലത്ത് അച്ഛനാലും മകനാലും സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതാണ് 3 വരിയുടെ അർത്ഥം. പിന്നെ 4ാമത്തെ വരിയിൽ സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്ത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്? സ്ത്രീക്കൊരു സ്വാതന്ത്ര്യവും ഇല്ല എന്നാണോ? അല്ല, അവളുടെ ജീവിത സംരംഭങ്ങൾക്കോ ജീവസന്ധാരണത്തിനോ സ്വതന്ത്രയായി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അവൾ കഷ്ടപ്പെടേണ്ടതായിട്ടില്ല, എന്നും അവളെ സഹകരിക്കാൻ, അവളോട് സഹായിക്കാൻ, അവർക്ക് താങ്ങും തണലുമായി ഒരു വ്യക്തി ഉണ്ടാകും എന്നുള്ള സൂചനയല്ലേ വാസ്തവത്തിൽ ആ സ്വാതന്ത്ര്യമർഹതി എന്ന വാക്കിനുണ്ടാകാൻ സാധ്യതയുള്ളൂ? ഇല്ലെങ്കിൽ ആ ശ്ലോകത്തിനൊരർത്ഥവും വരില്ല. പിതാ രക്ഷതി കൗമാരെ ഭർത്താ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യേ എന്ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നാണ് പറയുന്നത്. അപ്പൊ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്ന ആ അർത്ഥവും അല്ലെങ്കിൽ ആ ഒരു പദവും തൊട്ട് മുൻപിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ നമ്മൾ സാധാരണ ഉള്ള സാങ്കേതിക ശബ്ദാർത്ഥത്തിൽ എടുത്താൽ അത് അർത്ഥം ശരിയല്ല. അതുകൊണ്ട് അതിനെ നിരുക്തം നോക്കിക്കൊണ്ട് അതിന്റെ ഭാഷ്യകാരന്മാര് അത്തരത്തിൽ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയാൻ കാരണം, അത്തരം വ്യാഖ്യാനങ്ങൾ പരിശോധിക്കുമ്പോൾ അതിന്റെ സത്യസന്ധമായ സമീപനം നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ സ്വർഗം നരകം എന്നുള്ള വാക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്തയോ തീരെ ഇല്ല എന്നല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മാഷും അങ്ങനെയല്ല സൂചിപ്പിച്ചത്. ആത്യന്തികമായി സ്വർഗ നരകങ്ങൾ കിട്ടുന്നു, അല്ലെങ്കിൽ സ്വർഗമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം, അതിനുവേണ്ടിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ള ആത്യന്തിക ലക്ഷ്യം സ്വർഗമേ അല്ല. ആത്യന്തികമായി ലക്ഷ്യം മനുഷ്യൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ചതുർവിധ പുരുഷാർത്ഥങ്ങൾ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പുരുഷാർത്ഥങ്ങളിൽ പരമപദ പ്രാപ്തിയായോ പരമപുരുഷാർത്ഥമായോ ചിന്തിക്കുന്നത് മോക്ഷം എന്നുള്ള സംവിധാനത്തെയാണ്. മോക്ഷം എന്നുള്ളത് സുഖഭോഗ ജീവിതത്തെക്കുറിച്ചല്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, പിന്നീട് ഒരു ജീവിതമേ ഇല്ലാത്ത അവസ്ഥയെക്കുറിച്ചാണ്. അതുകൊണ്ട് ഇവിടെ ലഭിക്കുന്ന ഭൗതികമായ ജീവിതത്തിന്റെ കുറെ കൂടി ഭൗതികമയവും ആധിക്യപരവുമായ ഒരു ജീവിതത്തെ കണ്ടുകൊണ്ട് അതിനുവേണ്ടി ജീവിക്കുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനുമുള്ള ഉപദേശമായിരുന്നില്ല ഭാരതീയ ആചാര്യന്മാര് നൽകിയിരുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ശ്ലോകങ്ങളെ, ഇത്തരം കാര്യങ്ങളെ പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വ്യാഖ്യാനത്തോട് അല്ലെങ്കിൽ ആ വ്യാഖ്യാനിച്ച അർത്ഥത്തോട് ഞാൻ വിയോജിപ്പ് കാണിക്കുന്നില്ല. കാരണം ഇന്ന് പലരും ഈ വേദങ്ങളെ വ്യാഖ്യാനിച്ചെഴുതിയിട്ടുണ്ട്. പക്ഷെ നിരുക്തത്തിന്റെ അടിസ്ഥാനത്തിൽ അതിലെ അർത്ഥവ്യത്യാസങ്ങൾ മനസ്സിലാക്കി വ്യാഖ്യാനിക്കുന്നവരാരും അവരെന്തു പറയുന്നു എന്നുള്ളത് നോക്കിക്കാണണം. അതിനുവേണ്ടിയാണ് ഞാനിത് സൂചിപ്പിച്ചത്. മാത്രമല്ല, മനുസ്മൃതിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ആ ശ്ലോകം മറുഭാഗത്ത് അതേ സ്ത്രീയെക്കുറിച്ച് മറ്റൊരു പ്രമാണവാക്യവുമുണ്ട്. എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത് അവിടെ മാത്രമേ ദേവതകൾ കളിയാടുകയുള്ളൂ എന്ന് അതേ പുസ്തകത്തിൽ പറയുന്നു. ഇതുകൊണ്ട് തന്നെ നേരത്തെ ഇപ്പൊ സൂചിപ്പിച്ചൊരു സത്യമുണ്ട് ഇതിനകത്ത്. അതായത് പലരുടെയും കരവിരുതുകൾ അതിലേക്ക് കടന്നു വന്നിട്ടുണ്ട്.
മാത്രമല്ല യഥാർത്ഥമായ ഹിന്ദു തത്വത്തെയും ധർമ്മത്തെയും വൈദിക ചിന്തയെയും വികൃതപ്പെടുത്തുവാനുള്ള ഒട്ടേറെ പരിശ്രമങ്ങൾ ഇതിനകത്ത് മടമിട്ടുണ്ട് എന്നുള്ളത് സുവിദിതമാണ്, നിസ്തർക്കമാണ്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞു ശ്രുതിയെന്നും സ്മൃതിയെന്നും നമുക്ക് രണ്ട് സംവിധാനങ്ങളുണ്ട് എന്ന്. എൻ്റെ ഒരു ഉപചോദ്യം കൂടിയുണ്ട് ബഹുമാനപ്പെട്ട. അതായത് എൻ്റെ ഒരു ലോജിക്കൽ ക്വസ്റ്റ്യനാണ്. ഈ പുനർജന്മ സിദ്ധാന്ത പ്രകാരം നന്മ ചെയ്തവർ അടുത്ത ജന്മത്തിൽ നല്ല മനുഷ്യരായിട്ട്, അതായത് ബ്രാഹ്മണരായിട്ടോ അല്ലെങ്കിൽ വൈശ്യരായിട്ടോ ശൂദ്രരായിട്ടോ ഒക്കെ ജനിക്കുമെന്നാണ് ഹൈന്ദവ വിശ്വാസപ്രകാരം മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ഭൂലോകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് ആളുകളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മൊത്തം ജനസംഖ്യയിൽ ഭൂരിഭാഗം പേരും തിന്മ കൂടുതൽ പ്രവർത്തിക്കുന്നവരാണ് എന്ന് ജനറലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ രൂപത്തിൽ നമ്മളെ ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യന്റെ ജനസംഖ്യ ഇപ്പോൾ പണ്ടുണ്ടായിരുന്നതിൽ നിന്നും നല്ല ആളുകൾ മാത്രമാണ് ജനിച്ചു വരുന്നതെങ്കിൽ മനുഷ്യന്റെ ജനസംഖ്യ കുറഞ്ഞിട്ടും തിന്മ ചെയ്യുന്ന മൃഗങ്ങളും ജന്തുക്കളും പട്ടികളും പൂച്ചകളൊക്കെ ആയിട്ട് വന്നിട്ട് അവരുടെ ജനസംഖ്യ കൂടുകയുമാണ് വേണ്ടത്. എന്നാൽ മനുഷ്യന്റെ ജനസംഖ്യ പണ്ടുണ്ടായിരുന്ന ലക്ഷങ്ങളിൽ നിന്ന് മാറി ഇന്നിപ്പോൾ 600 കോടി 700 കോടിയോളം ആകുകയാണ്. അപ്പോൾ അതിന്റെ ലോജിക്കലായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു വിശദീകരണം നൽകാൻ സാധിക്കുമോ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഉപചോദ്യത്തിനുള്ള ഉത്തരത്തിനുള്ള സമയം 5 മിനിറ്റ് വീതമാണ്. മനുഷ്യന്റെ സംഖ്യ കൂടി എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. കാരണം പട്ടികളെക്കാട്ടിലും പൂച്ചകളെക്കാട്ടിലൊക്കെ വളരെ കഷ്ടപ്പെടുന്ന മനുഷ്യന്മാർ ധാരാളമുണ്ട്. അപ്പൊ കഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു വാലും അല്ലെങ്കിൽ പല്ലും കൊമ്പും ഒന്നും വേണമെന്നില്ല, മനുഷ്യനായിട്ട് തന്നെ കഷ്ടപ്പെടാം. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ജന്മത്തിലുള്ള ആളുകള് മൃഗങ്ങളായിട്ട് ജനിച്ചോളണമെന്നില്ല, മനുഷ്യനായിട്ട് തന്നെ കഷ്ടപ്പെടുന്ന ഒരു ചവനപ്രാശവും മറ്റ് ചികിത്സകളൊക്കെ നടത്തുന്ന വലിയൊരു നമ്പൂതിരിയുടെ വീട്ടിൽ ആനയെ നോക്കിയിട്ട് ശങ്കരാടി ഒരു സിനിമയിൽ പറയുന്നുണ്ട്, നോക്കടാ ആന ആയാൽ എന്താ യോഗം വേണമെന്ന. അതുപോലെ എത്ര മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റും? അപ്പോ മനുഷ്യന്റെ സംഖ്യ കൂടുന്നുണ്ടോ മൃഗങ്ങളുടെ സംഖ്യ കൂടുന്നുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. അതൊന്ന്. രണ്ടാമത്, ഈ മനുഷ്യരല്ലാത്ത ജീവജന്തുക്കൾ എത്രയുണ്ടെന്ന് അറിയോ നമുക്ക്? 3 ദശലക്ഷം എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. 3 ദശലക്ഷം ജീവജന്തുക്കളുണ്ടെന്ന്. പക്ഷെ അത് ശരിയല്ല എന്ന് അടുത്ത കാലത്ത് വീണ്ടും വന്നിരിക്കുന്നു. 12 ദശലക്ഷം പലതരത്തിലുള്ള ജീവികളുണ്ട് അത്ര. 12 ദശലക്ഷം. അതില് 3 ദശലക്ഷത്തിനെ മാത്രമേ മനുഷ്യ ഇതുവരെ മനുഷ്യന്റെ ബുദ്ധി വെച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി 9 ദശലക്ഷം ജീവികള്, കാണാത്ത ജീവികള്, ക്ഷുദ്രജീവികള്, ബാക്ടീരിയ മുതലായിട്ടുള്ള ജീവികള് ഉണ്ടത്രേ, മനുഷ്യന്റെ കണ്ണുകൾക്ക് ഗോചരമല്ലാത്തത്. അവയുടെ സംഖ്യ കൂടുകയാണോ കുറയുകയാണോ? ചിലപ്പോ നമ്മൾ ചെയ്യുന്ന വലിയ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകളായിട്ട് ജീവിക്കേണ്ട 12 ദശലക്ഷത്തിൽ പെടുത്താമോന്നും അറിയില്ല. അത്രമാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എൻ്റെ പേര് ഇസ്മായിൽ, എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു. ചാരട്ട് ഇറ്റലിയിൽ ജോലി ചെയ്യുന്നു. എനിക്ക് ചോദിക്കാനുള്ളത് അക്ബർ സാഹിബിനോടാണ്. അക്ബർ സാഹിബിൻ്റെ പല ബുക്കുകളിൽ നിന്ന് ഞാൻ വായിച്ചൊരു കാര്യമാണ് എനിക്കറിയേണ്ടത്. അതിൽ മുഹമ്മദ് നബിയെക്കുറിച്ച് ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ, പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അതിൽ ഭവിഷ്യൽ പുരാണത്തിൽ പറയുന്നൊരു ശ്ലോകം, ഏതസ്മിന്നന്തരെ മിളയിച്ച ആചാരണ്യ സമന്യത മുഹമ്മദ മഹാമത ഇരിക്കാത ശിഷ്യശാഖ സമന്യത. ഇതിൽ അപ്പോൾ മുഹമ്മദ് എന്നു പേരുള്ള ലോകാചാര്യൻ തൻ്റെ അനുയായികളുമായി പ്രത്യക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഭവിഷ്യൽ പുരാണം ഹൈന്ദവ പണ്ഡിതന്മാർ അവർ സാധാരണ ഈ കാനോനികമല്ലാത്ത അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ മാറ്റിവെച്ചതുപോലെ ഭവിഷ്യൽ പുരാണം മാറ്റിവെച്ചിരിക്കുകയാണെന്ന് ഞാൻ ഒരു സ്ഥലത്തു നിന്ന് അറിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ ഭവിഷ്യൽ പുരാണത്തിലെ ആ ശ്ലോകങ്ങൾ നമുക്കെടുത്ത് പറയാൻ സാധിക്കുമോ? അതൊന്ന് വിശദീകരിക്കുക. മുഹമ്മദ് നബിയെക്കുറിച്ച് ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ
പല പണ്ഡിതന്മാരും സൂചിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭവിഷ്യൽ പുരാണം അഷ്ടാദശ പുരാണങ്ങളിൽ ഒന്നാണ്. 18 പുരാണങ്ങളിൽ ഒരിടപാട് ഭാവി കാര്യങ്ങളെ കുറിച്ച് പറയുന്ന പുരാണമാണ്. ആ പുരാണത്തിലെ പ്രതിസർഗ പർവ്വത്തിലെ 3-ാം മണ്ഡലത്തിലെ 3-ാം അധ്യായത്തിലെ 5-ാമത്തെ വചനമായി പറഞ്ഞിട്ടുള്ള, അതിനുശേഷം വിശദീകരിച്ചിട്ടുള്ള ഭാഗങ്ങൾ മുഹമ്മദ് നബിയുടെ ആഗമനത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പല പണ്ഡിതന്മാരും സൂചിപ്പിച്ചിട്ടുണ്ട്. ഹൈന്ദവ പുരാണങ്ങളെ ഇസ്ലാമികമായ പെർസ്പെക്റ്റീവിൽ പരിപ്രേക്ഷ്യത്തിൽ നോക്കിക്കണ്ട പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു വാക്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇവിടെ ഏതസ്മിന്നന്തരേ മ്ലേച്ഛ ആചാര്യേണ സമന്വിത മഹാമത ഇതിഖ്യാത ശിഷ്യശാഖാ സമന്വിതം. ആ സമയത്ത് ശിഷ്യന്മാരോടുകൂടി പ്രത്യക്ഷപ്പെടുന്ന മഹാമത് എന്നൊരാചാര്യൻ വരും എന്ന് പറയുന്ന ഭാഗം, അതിനുശേഷം ആചാര്യന്റെ സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് പറയുന്നത് ലിംഗച്ഛേദി ശിഖ ഹിന ശ്മശ്രുധാരി സദുഷക തുടങ്ങിയ വചനങ്ങളാണ്. അഥവാ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ, അദ്ദേഹത്തിന്റെ അനുയായികൾ ലിംഗം ഛേദിക്കും, അതേപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആഹ്വാനം ചെയ്യും, താടി വളർത്തും എന്ന് തുടങ്ങിയ കുറെ വാക്യങ്ങളുണ്ട്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പുരാണങ്ങളിൽ പറയുന്ന വാക്യപാടി എന്ന് പലരും സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ഭവിഷ്യൽ പുരാണം പല സുഹൃത്തുക്കളോടും പല പണ്ഡിതന്മാരോടും അതിന്റെ ഒറിജിനൽ കോപ്പി അത് പരിഭാഷപ്പെടുത്തിയ തൃശ്ശൂരിലെ ബുക്ക് സ്റ്റാളിലേക്കുമെല്ലാം എഴുതി ചോദിച്ചിട്ടും അതിന്റെ ഒറിജിനൽ കോപ്പിയോ അതിന്റെ ഫോട്ടോ കോപ്പിയോ ഒന്നും ലഭിക്കുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് പ്രക്ഷിപ്തമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. പിൽക്കാലഘട്ടത്തിൽ കടത്തിക്കൂട്ടിയ അഥവാ മുഗള കാലഘട്ടത്തിലെല്ലാം കടത്തിക്കൂട്ടപ്പെട്ടതാണ് എന്ന് പറയുന്നവരുണ്ട്. എന്താണ് ശരിയെന്ന് നമുക്കറിയില്ല. ഏതായിരുന്നാലും ഭാരതീയ പുരാണങ്ങളിലും അതേപോലെ തന്നെ വേദസംഹിതകളിലുമെല്ലാം വരാനിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പ്രതീക്ഷകൾ കാണാൻ സാധിക്കും എന്നുള്ള ഒരു സത്യമാണ്. ആ പ്രതീക്ഷകൾ എല്ലാ സമൂഹങ്ങളിലുമുണ്ട്. ലോകത്തിന്റെ മുഴുവനും ഉദ്ധാരണത്തിന് വേണ്ടി കടന്നു വരാനിരിക്കുന്ന ഒരു മഹാപുരുഷനെ കുറിച്ച് ഇപ്പോ വേദസംഹിതകളിൽ തന്നെ അഥർവ വേദത്തിലെ 24-ാം അധ്യായത്തിലെ വിംശകാണ്ഡത്തിലെ 24-ാം അധ്യായത്തിലെ കുന്തപ സൂക്തത്തെ കുറിച്ച് സൂചിപ്പിക്കാറുണ്ട്. ഇതം ജനായ ഉപശ്രുത ശ്മശ്രുതാരി സദുഷക എന്ന് തുടങ്ങുന്ന വചനങ്ങൾ. നരാശംസ സ്മ വിഷ്യത എന്ന് പറയുന്ന കാര്യം അഥവാ ജനങ്ങളെ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. ആ നരാശംസൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്, വരാനിരിക്കുന്ന ഒരു സംഭവമായി പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യം നരാശംസ എന്ന പദം തന്നെ ശരിക്ക് ആളുകളാൽ ആശംസിക്കപ്പെടുന്നവൻ, സ്തുതിക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം. അതിനെ തന്നെ അറബിയിൽ നേരിട്ട് പറയുകയാണെങ്കിൽ മുഹമ്മദി എന്ന പദത്തിന് തത്തുല്യമായ ആ സംസ്കൃത പദമാണ് നരാശംസ എന്ന് പറയാം. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങളായി പറയുന്ന ഒട്ടകങ്ങളുടെ പുറത്ത് സഞ്ചരിക്കുമെന്നും അതേപോലെയുള്ള മറ്റു പല കാര്യങ്ങളും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി യോജിച്ചു വരുന്നു എന്ന് ആ വിഷയത്തിൽ ഗവേഷണാത്മകമായ പഠനം നടത്തിയ ചില മുസ്ലിം പണ്ഡിതന്മാർ, അതങ്ങനെ ഞാൻ പറയുന്നത് തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കാനാണ്, സംസ്കൃതം പഠിച്ച ആ വിഷയം പഠിച്ച അതിനെ ഗവേഷണാത്മകമായി പഠനം നടത്തിയ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വചനത്തെ തന്നെ പല രൂപങ്ങളിൽ വ്യാഖ്യാനിക്കാൻ നമുക്കറിയാം. പ്രവചനങ്ങളെയെല്ലാം പല കോലങ്ങളിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കും. ഹൈന്ദവ പണ്ഡിതന്മാർ ഈ വചനങ്ങളെ മറ്റു ചില രൂപങ്ങളിലാണ് വ്യാഖ്യാനിക്കുന്നത്. ഏതായിരുന്നാലും വരാനിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് എല്ലാ ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ബൈബിളിലെ പുസ്തകങ്ങളിലെല്ലാം തന്നെ യേശുവിന്റെ പൂർത്തീകരണത്തോടെ പൂർത്തിയാക്കാതെ വരാനിരിക്കുന്ന ലോകത്തെ മുഴുവനും ധർമ്മത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി കടന്നു വരാനിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പ്രതീക്ഷ. ഇപ്പൊ ഹൈന്ദവ പുരാണങ്ങളിലെ ഈ അവതാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ദശാവതാരങ്ങളായിരുന്നാലും വിഷ്ണു പുരാണത്തിലും കൽക്കി പുരാണത്തിലും എല്ലാം പറയുന്ന ദശാവതാരങ്ങളായിരുന്നാലും അതല്ലെങ്കിൽ ശ്രീ ദേവി ഭാഗവതത്തെ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്ന 24 അവതാരങ്ങളായിരുന്നാലും അതല്ലെങ്കിൽ അവതാരാഹ സംഖ്യായ എന്ന് പറയുന്ന അസംഖ്യം അവതാരങ്ങളുണ്ട് എന്ന സങ്കല്പ പ്രകാരമായിരുന്നാലും എല്ലാം ലോകത്തെ നിരന്തരമായി ഇരുളിൽ നിന്ന് മോചിപ്പിച്ച് ധർമ്മത്തിന്റെ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി കലിയുഗത്തിൽ കടന്നു വരാനിരിക്കുന്ന ഒരു അവതാരത്തെ കുറിച്ചുള്ള ഒരു സങ്കല്പം വൈഷ്ണവ മതത്തിന്റെ ഭാഗമാണ്. ശൈവ മതക്കാർ മറ്റ് രൂപങ്ങളിലാണ് അവതാരത്തെ കാണുന്നത്. ഇവിടെ ബഹുമാന്യരായ സാറ് തന്നെ പറയുമ്പോ സൂചിപ്പിക്കേണ്ടായി, ഇനി ഒരാൾ വരാനുണ്ട് കൽക്കി എന്ന് പറഞ്ഞ്. അപ്പൊ ഈ കൽക്കിയെ കുറിച്ചുള്ള പ്രതീക്ഷ ഇത് ഏത് സമൂഹത്തിനും കാണുന്ന പ്രതീക്ഷയാണ്. അഥവാ ലോകത്തിന് മുഴുവനും സ്വീകരിക്കുവാൻ സാധിക്കുന്ന സന്ദേശങ്ങളുമായി ധർമ്മ സംസ്ഥാപനവുമായി കടന്നു വരാനിരിക്കുന്ന വ്യക്തി, ആ വ്യക്തിയുടെ നിയോഗമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിലൂടെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്. പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള കൽക്കി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് തന്നെ പല ലേഖനങ്ങളും പലരും
എഴുതാറുണ്ട്. പല കാര്യങ്ങളും യോജിച്ചു വരുന്നതുണ്ട്, യോജിച്ചു വരാത്ത കാര്യങ്ങളുണ്ട്. എല്ലാ വിഷ്ണു പുരാണത്തിലും കൽക്കി പുരാണത്തിലും കൽക്കിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിലെ എല്ലാ കാര്യങ്ങളും മുഹമ്മദ് നബിയുടെ ജീവിതവുമായിട്ട് യോജിച്ചു വരും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ശരിയാവുകയില്ല. ആ പുരാണം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന പല കാര്യങ്ങളും മുഹമ്മദ് നബിയുടെ ജീവിതവുമായി യോജിച്ചു വരുന്നുണ്ട്. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഭാരതത്തിൽ പ്രവാചകന്മാർ, ദൈവദൂതന്മാർ കടന്നു വരികയും വരാനിരിക്കുന്ന അന്തിമാചാര്യരെ കുറിച്ച്, അന്തിമ പ്രവാചകനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ബാക്കിയുള്ള സമൂഹത്തെ പോലെ തന്നെ കലിയുഗത്തിൽ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ അധർമ്മം വളരുന്ന സമയത്ത് കടന്നു വരാനിരിക്കുന്ന ലോകത്തിന് മുഴുവനും സ്വീകരിക്കുവാൻ സാധിക്കുന്ന സന്ദേശങ്ങളുമായി കടന്നു വരാനിരിക്കുന്ന മഹാപ്രവാചകനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നും ആ പ്രവചനങ്ങളുടെ, ആ പ്രവാചകന്മാരുടെ വചനങ്ങളുടെ സ്വാധീനമായിരിക്കണം ഈ ഗ്രന്ഥങ്ങളിലെല്ലാം കാണുന്ന ഇങ്ങനെയൊരു പ്രതീക്ഷക്ക് നിദാനം എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭവിഷ്യൽ പുരാണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭവിഷ്യൽ പുരാണം അതിന്റെ ഒറിജിനൽ കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കാതെ പൂർണ്ണമായി പറയാൻ സാധ്യമല്ല ഇത് ഇന്നതാണ് എന്ന്. അത് പിന്നെ അതിലെ എന്തൊക്കെയാണ് കാര്യം എന്ന് പറയാൻ സാധ്യമല്ല നല്ല പണ്ഡിതനെ കൊണ്ട് പരിശോധിപ്പിക്കാതെ. എന്നാൽ ഭവിഷ്യൽ പുരാണത്തിലെ പരിഭാഷപ്പെടുത്തിയ ആളുകളും മറ്റും തന്നെ ആ പുരാണം നൽകുവാൻ സന്നദ്ധമാകുന്നില്ല എന്നുള്ളതാണ് അനുഭവം മനസ്സിലാക്കി തരുന്നത്. അതേപോലെ തന്നെ ഇത് ഉദ്ധരിച്ചുകൊണ്ട് ചില മുസ്ലിം പണ്ഡിതന്മാർ എഴുതിയ കാര്യവും അതേപോലെ തന്നെ അതിന് അനുഗുണമായി ഭവിഷ്യൽ പുരാണത്തിൽ നിന്ന് തന്നെ പല വാക്യങ്ങളും എടുത്തു കളഞ്ഞ ഇന്ന് മലയാളത്തിലെല്ലാം പരിഭാഷപ്പെടുത്തപ്പെട്ട ഭവിഷ്യൽ പുരാണം, ഭവിഷ്യ മഹാപുരാണത്തിൽ കാണുന്നുണ്ട്. ഭവിഷ്യ മഹാപുരാണത്തിലും ഞാൻ ഈ പറഞ്ഞ വചനമുണ്ട്. എന്നാൽ അതിനുശേഷമുള്ള പല വചനങ്ങളും കാണുന്നില്ല. അതിന് ആദ്യം പറഞ്ഞിട്ടുണ്ട്, പല ആവശ്യമില്ലാത്ത വചനങ്ങൾ നീക്കിക്കളഞ്ഞുകൊണ്ടാണ് ഈ പുരാണത്തിന്റെ പരിഭാഷ തയ്യാറാക്കുന്നത് എന്ന് ഭവിഷ്യ മഹാപുരാണത്തിന്റെ ആ പരിഭാഷയുടെ ആമുഖത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഒരു കാര്യത്തിൽ എത്തുവാൻ സാധ്യമല്ല. ഇംഗ്ലീഷിലായിരുന്നാലും ഭവിഷ്യൽ പുരാണം പരിഭാഷപ്പെടുത്തപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അഷ്ടാദശ പുരാണങ്ങളിൽ മറ്റു പലതും പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പിന്നെ പാശ്ചാത്യ പണ്ഡിതന്മാര് മുള്ളറെ പോലെയുള്ള ആളുകൾ പരിഭാഷപ്പെടുത്തിയ സേക്രഡ് ബുക്സ് ഓഫ് ദി ഈസ്റ്റിലോ അതേപോലെ തന്നെ മറ്റു പുരാണങ്ങൾ പരിഭാഷപ്പെടുത്തപ്പെട്ട മാലയിലോ ഒന്നും തന്നെ ഭവിഷ്യൽ പുരാണം കാണുവാനില്ല. അതുകൊണ്ട് തന്നെ സുഹൃത്ത് പറഞ്ഞ ഒരു വാദത്തിനും പ്രസക്തിയുണ്ട്. അഥവാ തകൾക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ മറച്ചുവെക്കപ്പെട്ടതാണോ എന്ന ചോദ്യത്തിനും പ്രസക്തിയുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്നാൽ അങ്ങനെ തന്നെ പറയാൻ നിർവാഹവുമില്ല. കാരണം ഭാരതീയ സമൂഹത്തിൽ പുരാണങ്ങളൊന്നും തന്നെ എഴുതപ്പെട്ട രൂപത്തിലല്ല സംരക്ഷിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാവുന്നതാണ്. ആ രൂപത്തിൽ സംരക്ഷിക്കപ്പെട്ട് ഇടക്കാലഘട്ടത്തിൽ നഷ്ടപ്പെടുകയോ മറ്റോ ചെയ്തതായിരിക്കാനും സാധ്യതയുണ്ട്. ഏതായിരുന്നാലും ഭാരതീയ ദർശനത്തിൽ വരാനിരിക്കുന്ന ഒരാളെക്കുറിച്ച് പ്രതീക്ഷയുണ്ട്. ഏത് ലോക സമൂഹത്തിലായിരുന്നാലും ഏത് മതസമൂഹത്തിലായിരുന്നാലും ലോകത്തിന് മുഴുവനും സ്വീകരിക്കുവാൻ സാധിക്കുന്ന സന്ദേശങ്ങളുമായി കടന്നു വരാനിരിക്കുന്ന ഒരു മഹാപ്രവാചകനെ കുറിച്ച് പരാമർശങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം പിന്നെ ലോകത്തിന് മുഴുവനും സ്വീകരിക്കുവാൻ സാധിക്കുന്ന സന്ദേശങ്ങളാവുകയും ധർമ്മധർമ്മങ്ങളുടെ വിഷയത്തിൽ എല്ലാവർക്കും കൃത്യമായി എവിടെ നിന്നും കാണാൻ സാധിക്കുന്ന മാറ്റമില്ലാത്ത പ്രമാണങ്ങൾ വിട്ടേച്ചു പോവുകയും ചെയ്ത മഹാനായ മാർഗദർശിയാണ് അദ്ദേഹം എന്നാണ് എനിക്ക് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഭാവിയിൽ വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഭവിഷ്യമായ കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ള കഴിവ് ഭാരതീയ ദാർശനികന്മാർക്കും പൂർവികന്മാർക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് ഇവിടെ ഒരു സംശയം അല്ലെങ്കിൽ ഒരു വിയോജിപ്പ് വരുന്നത് ഒരു അന്ത്യപ്രവാചകൻ എന്നുള്ള രീതിയിൽ ഒരിക്കലും മുഹമ്മദ് നബിയെക്കുറിച്ച് ഭാരതീയ സംസ്കൃതിയിൽ ചിന്തയുണ്ടാവുകയില്ല. അനുസ്യൂതമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പരമ്പരയാണ് ആചാര്യന്മാരുടേത്. ഇന്നും ആചാര്യന്മാരുണ്ട്, ഇന്നും ജനിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇന്ന് ജനിച്ച് ജീവിക്കുന്നവർ തന്നെ അടുത്ത ജന്മത്തിൽ എങ്ങനെ എവിടെ പിറക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവരേത് ജന്മത്തിൽ ജനിച്ചിരുന്നു, ലോകത്തിലെ ഒരാചാര്യന്മാരെയും അംഗീകരിക്കാത്ത ഒരു സമൂഹമല്ല നമ്മുടേത് എന്നുള്ളത് കൊണ്ട്
ഇത്തരത്തിലൊരു പ്രഖ്യാപനം വാസ്തവത്തിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാനുള്ള ഒരു വസ്തുതയാണത്. ഭാരതീയ ദാർശനികന്മാർക്ക്, ഋഷിമാർക്ക് വരാൻ പോകുന്ന, ലോകത്തിൽ പിറക്കാൻ പോകുന്ന ഒരു ആചാര്യന്റെ വരവിനെ കുറിച്ച് സൂചിപ്പിക്കാൻ സാധിച്ചു അല്ലെങ്കിൽ സാധിക്കുന്നു എന്നുള്ളത്. പക്ഷെ അതേ സമയത്ത് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഈ പുരാണങ്ങളൊന്നും അതിൻ്റെതായ രീതിയിൽ കിട്ടാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, പുരാണം അത്രയേറെ പ്രാമാണികമായ അടിസ്ഥാന ഗ്രന്ഥമായി ഹിന്ദു സമൂഹം ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. പുരാണമിത്യേവ ന സാധു സർവം, എല്ലാ സമയത്തും അത് പൂർണ്ണമായി സാധുവായിരിക്കണമെന്നില്ല എന്ന് തന്നെയാണ് പുരാണത്തെക്കുറിച്ചുള്ള ഒരു ചങ്ങാതിയുടെ ഉപദേശം എന്നുള്ള നിലയിൽ മാത്രമേ പുരാണത്തെ കണക്കാക്കേണ്ടതുള്ളൂ എന്നാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഓരോന്നിനുമുണ്ട് ഗുരുവിന്റെ ഉപദേശം, അച്ഛന്റെ ഉപദേശം, ചങ്ങാതിയുടെ ഉപദേശം, ഇങ്ങനെ ഓരോന്നിനും വേദങ്ങൾക്കും അതേപോലെ തന്നെ ഇതിഹാസങ്ങൾക്കുമൊക്കെ ഓരോ തരത്തിലുള്ള പ്രാമാണികത കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഒരുപാട് പ്രക്ഷിപ്തങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളതും സ്വാഭാവികമാണ്. ഇതിഹാസങ്ങളിൽ പോലും പ്രക്ഷിപ്തങ്ങൾ ധാരാളമായി എഴുതി ചേർത്തിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഏതായാലും ഇതിനെക്കുറിച്ച് വ്യക്തമായി അത് ഉണ്ടോ ഇല്ലയോ, അങ്ങനെ ആയിരുന്നോ എന്ന് പ്രാമാണികമായി പറയാൻ സാധിക്കുകയില്ല. പക്ഷേ ഈ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത്തരത്തിലൊരു ആചാര്യനെ അല്ലെങ്കിൽ ഏത് പ്രവാചകരെയും ആചാര്യനെയും നിഷേധിക്കുന്ന സ്വഭാവം ഭാരതീയ പാരമ്പര്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വരാൻ പോകുന്ന ഒരു ആചാര്യനെ കുറിച്ച് പ്രവചിക്കാൻ കഴിയുന്ന ഒരു വലിയ പൈതൃക സമൂഹത്തിന്റെ ഭാഗധേയം നമുക്കുണ്ട്, അല്ലെങ്കിൽ അതിന്റെ പിന്മുറക്കാരാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ബഹുമാന്യനായ സഹോദരൻ പറഞ്ഞത് ഞാനും 100% അംഗീകരിക്കുകയാണ്. ഭാരതത്തിൽ സ്വാഭാവികമായി ഭാവി കാര്യങ്ങളെക്കുറിച്ച് പറയാൻ സാധിക്കുന്ന ആചാര്യന്മാരുണ്ടായിരുന്നു. ആ ആചാര്യന്മാരെന്താണ്? ഞാനിവിടെ പറഞ്ഞതുപോലെ വൈൻ മിൻ ഉമ്മത്തിനില്ല ഖലാഫിഹ നദീർ. എല്ലാ സമൂഹങ്ങളിലേക്കും പ്രവാചകന്മാർ, ദൈവദൂതന്മാർ കടന്നു വന്നതുപോലെ ഭാരതത്തിലും പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാർക്ക് ദൈവികമായ വഹീന്റെ ബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭാവി കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ള കഴിവ് ലഭിച്ചത്. അതല്ലാതെ ആ ആചാര്യന്മാർ ഭാരതത്തിലുള്ളതായിരുന്നാലും ലോകത്ത് എവിടെയുള്ളതായിരുന്നാലും ദൈവികമായ ബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചവരാണ്. ആ ദൈവിക ബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ച ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് ഏത് ആചാര്യ പദവി കൊടുത്ത എല്ലാവരും പറയുന്നതെല്ലാം ശരിയാണ് എന്ന് അംഗീകരിക്കുന്നതിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. ഇവിടെ നേരത്തെ പറഞ്ഞ ചർവാകനെയും നമ്മൾ വിളിച്ചത് മുനീന്നാണ്. അതുകൊണ്ട് ചർവാകൻ പറഞ്ഞതെല്ലാം ശരിയെന്ന് അർത്ഥമല്ല. കണാദനെ വിളിച്ചത് മുനീന്നാണ്. അതുകൊണ്ട് സാഖ്യ സിദ്ധാന്തം പൂർണ്ണമായിട്ട് ശരിയാണ് എന്ന് അതിനർത്ഥമല്ല. അതേപോലെ തന്നെ ഓരോ ദർശനത്തിന്റെ ആളുകളെയും മുനി എന്നും ആചാര്യരെന്നും വിളിച്ച ആളുകളാണ് നമ്മൾ. അത് കുഴപ്പമില്ല. ആചാര്യ ശബ്ദത്തിനർത്ഥം പണ്ഡിതനും അല്ലെങ്കിൽ ഈ വിഷയത്തിൽ അഗാധ ജ്ഞാനമുള്ളവൻ എന്നു പാടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ആചാര്യ ശബ്ദത്തിൽ വിളിക്കപ്പെട്ട ആളുകൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ എല്ലായിടത്തും. പക്ഷേ അതിൽ തന്നെ കൃത്യമായി ദൈവിക മാർഗദർശനത്തെക്കുറിച്ച് സംസാരിച്ച ആളുകളുണ്ട്. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് ഒരു കാര്യം. എന്താന്ന് വെച്ചാൽ വേദവ്യാസൻ എന്നുള്ള പദം, വേദവ്യാസൻ വേദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാമർശിക്കപ്പെടുന്ന ഒരു പദപ്രയോഗം. വേദവ്യാസൻ ഈ ഭാരതീയ ഗ്രന്ഥങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും ഇതെല്ലാം വേദവ്യാസ വിരചിതം. ഇതിഹാസം വേദവ്യാസ വിരചിതം. വേദങ്ങൾ നാരണം പകുത്തത് വേദവ്യാസൻ. പിന്നെ പുരാണങ്ങൾ വേദവ്യാസ വിരചിതം. എല്ലാം കൂടി എഴുതാൻ വേദവ്യാസൻ എന്ന ഒരു വ്യക്തിക്ക് സാധ്യമാണോ അല്ല എന്നുള്ളത് മറ്റൊരു വശമാണ്. ഇതിലുള്ള വൈരുദ്ധ്യങ്ങൾ പ്രശ്നപാട് ഇവിടെ പറഞ്ഞതുപോലെ പുരാണങ്ങളിലുള്ള വൈരുദ്ധ്യങ്ങൾ. പക്ഷെ അത്ഭുതകരമായ ഒരു കാര്യം, ഏതാരെഴുതുമ്പോഴും വേദവ്യാസനിൽ ആരോപിക്കുന്ന ഒരവസ്ഥാവിശേഷം. അതിന് കാരണം ഞാൻ എന്റെ വിനീതമായ പഠനത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭാരതത്തിൽ കടന്നു വന്ന പ്രവാചകന്മാരിൽ ഒരു ഉന്നത ശീർഷനായിരിക്കണം വേദവ്യാസൻ എന്നാണ്. കാരണം പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായ ഏത് കാര്യവും അത് ബൈബിളിൽ പഴയ നിയമത്തിൽ പ്രത്യേകം നമുക്ക് കാണാൻ സാധിക്കും. യാക്കോബിന്റെ പുസ്തകം അതല്ലെങ്കിൽ ഓരോ പ്രവാചകന്മാരുടെ പുസ്തകം എന്ന് പറഞ്ഞിട്ട് എഴുതിയത് പിൽക്കാലഘട്ടത്തിൽ ആരോട് അത് പ്രവാചകന്മാരിൽ ആരോപിക്കുന്ന ഒരു സ്വഭാവം, ഇതേപോലെ ആരോപിച്ചൊരു സ്വഭാവമായിരിക്കണം ഉണ്ടായതെന്നാണ്. ഇപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആചാര്യന്മാരുണ്ടായിട്ടുണ്ട്, പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ആചാര്യ ശബ്ദവുമായി വ്യവഹരിച്ചു പോകുന്ന എല്ലാവരും പറയുന്നതും എല്ലാം ശരിയാണ് എന്നർത്ഥമില്ല. മറിച്ച് ഇവിടെ ദൈവദൂതന്മാർ ദൈവിക മാർഗദർശന പ്രകാരം ജനങ്ങളെ നയിച്ചിടത്തോളം ഇവിടെ ശരിയായിരുന്നു.
അവിടെ ദൈവിക മാർഗദർശനത്തിൽ കളങ്കമുണ്ടാകുമ്പോഴാണ് പ്രശ്നം. അവിടെ അന്തിമ പ്രവാചകനെ കുറിച്ച് പറയൂല എന്നാണ്. ആചാര്യന്മാരുണ്ടാകാം. അവതാര സങ്കല്പത്തിൽ എന്തേ ഒരു കൽക്കിയിൽ നിന്ന് പോയത് പിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ. കൽക്കി അന്തിമ അവതാരമാണ്. അവസാനത്തെ കലിയുഗത്തിലെ അവസാനത്തെ യുഗത്തിൽ കടന്നു വരാനിരിക്കുന്ന ധർമ്മ സംസ്ഥാപകനാണ്. അതിനൊരു അവസാനത്തെ വ്യക്തിയെ കുറിച്ച് പരാമർശങ്ങൾ, ചിന്തകൾ, പ്രതീക്ഷകൾ നമുക്ക് ലോകത്തെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അവസാനത്തെ വ്യക്തി എന്ന് തന്നെയുള്ള പ്രതീക്ഷയാണ് കാണാൻ കഴിയുക. ഇത് ബൈബിളിൽ കാണാം, അതേ പാഴ്സി വേദഗ്രന്ഥങ്ങളിൽ കാണാം, ഭാരതീയ ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ അന്തിമ പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തെ കുറിച്ച് തന്നെയാണോ ഈ വചനങ്ങൾ പറയുന്നത് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വണ്ണം പറയാൻ ആ വചനങ്ങളുടെ പൂർണ്ണമായ കോപ്പികൾ ലഭിച്ചതിന് ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ബഹുമാന്യ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ സൂചിപ്പിക്കാം. ഉപചോദ്യത്തിനുള്ള അവസരമാണ്. അടുത്ത ചോദ്യം. സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ചോദ്യമുണ്ടെങ്കിൽ അറിയിക്കുക. സൂചിപ്പിക്കുക. ഇനിയുള്ള ചോദ്യം സ്ത്രീകളുടെ ഭാഗത്ത് നിന്നാണ്. ഞാൻ ഐഷ മൊയ്തുട്ടി, പെരിന്തൽമണ്ണ സ്വദേശിയാണ്. ഗോപാലൻകുട്ടി സാറിനോടാണ് ചോദ്യം. സാറ് പറഞ്ഞതനുസരിച്ച് ഈ ലോകത്ത് തന്നെയാണ് സ്വർഗവും നരകവും എല്ലാം. ഈ ലോകത്ത് തന്നെ ഏറ്റവും കഷ്ടപ്പെട്ട് എന്നാൽ ഏറ്റവും വിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന പലരുമുണ്ട്. എന്നാൽ അതേസമയം സർവ്വവിധ ആഡംബരങ്ങളിലും മുഴുകി ഏറ്റവും മോശമായ മോറൽ സൈഡിലും ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും ഏറ്റവും മോശമായ ജീവിതം നയിക്കുന്ന എത്രയോ പേരുണ്ട്. ഭൂരിപക്ഷം അതാണ്. അങ്ങനെയാണെങ്കിൽ ഈ വിശുദ്ധിയുള്ള ജീവിതം നയിക്കുന്നതിന് ഇവിടെ തന്നെയാണ് സ്വർഗവും നരകവും എങ്കിൽ എവിടെയാണ് അവന് നീതി ലഭിക്കുന്നത്? അതാണ് എന്റെ ചോദ്യം. സന്ദർഭവശാൽ ശ്രീ രാമചന്ദ്രൻ മാസ്റ്റർ അവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിരുന്നു. അതായത് പൂർവജന്മ വിശ്വാസം ഹിന്ദു സമൂഹത്തിലുള്ളതുകൊണ്ട് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചു ദ്വന്ദ്വഭാവത്തിൽ എങ്ങനെയാണ് ഇവിടെ മനുഷ്യന്മാര് ജനിക്കുന്നത്. അതായത് സുന്ദരനും വിരൂപനും, ധനവാനും ദരിദ്രനും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പൊ ഇന്ന് നാം കാണുന്ന ഏറ്റവും വിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന, എന്നാൽ അതേ സമയത്ത് വളരെയേറെ കഷ്ടങ്ങൾ സഹിക്കുന്ന വ്യക്തികളെ കുറിച്ച് ഹിന്ദുവിന്റെ കാഴ്ചപ്പാട് പൂർവജന്മാർജിതമായ കർമ്മങ്ങളുടെ ഫലമാണ് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇത്തരം ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിലൂടെ അവര് മുൻജന്മങ്ങളിൽ ചെയ്തുപോയ പാപങ്ങൾ എല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒന്നുകിൽ ഒരു പുതിയ ജീവിതമില്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ അതിലും ഉപരിയായ ഒരു ജീവിത സംവിധാനമോ ഉണ്ടാകണം എന്നതാണ് ഹിന്ദുവിന്റെ കാഴ്ചപ്പാട്. അപ്പൊ നാം കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിരിക്കുന്ന പ്രവർത്തന ഫലമായി ഓരോന്നിനും ഓരോരുത്തർക്കും പിന്നീട് പുതിയ ജീവിതത്തെ കിട്ടുന്നു. മനുഷ്യനായി ജനിച്ച വ്യക്തി കഴിഞ്ഞ ജന്മത്തിൽ ഒരുപക്ഷെ മനുഷ്യൻ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ അതിലും താഴ്ന്ന യോനിയിൽ ജനിച്ച് സത്കർമ്മങ്ങളിലൂടെ ഉത്കൃഷ്ടത പ്രാപിച്ച ഉയർച്ചയിലേക്ക് വരുന്ന ഉത്ക്രാന്തിയുടെ പരിണാമമാണ് അവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ ആയിരിക്കാം. അതേപോലെ ഉന്നതമായ ജന്മം കിട്ടിയിട്ടും തീർത്തും അബദ്ധസഞ്ചാരത്തിലൂടെ അതിന്റെ വൈശിഷ്ട്യത്തെ നഷ്ടപ്പെടുത്തി അതിനെ നശിപ്പിച്ചതുകൊണ്ട് ഉത്ക്രാന്തി ലഭിക്കാതെ അതിന് അപക്രാന്തി സംഭവിച്ച ജീവിതവും ഉണ്ടാകാം. ഏത് ജീവജാലങ്ങളുടെയും സഹജമായ ഒരു പ്രകൃതിയുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കുമുണ്ട്. പ്രത്യേകിച്ച് മനുഷ്യന് അത് സ്പഷ്ടമാണ്. അതിന് പ്രകൃതി എന്നാണ് പറയുന്നത്. ഈ പ്രകൃതിയെ സംശുദ്ധവും സംസ്കാരക്ഷമവുമായ രീതിയിൽ വളർത്തുകയും ഉയർത്തുകയും ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആ പ്രകൃതി ഉയരുകയും അത് സംസ്കൃതിയായി തീരുകയും ചെയ്യും. മറിച്ച് ആ പ്രകൃതിക്ക് വിരുദ്ധമായ
കാര്യങ്ങളാണ് അതിന് നൽകപ്പെടുന്നത്, ആചരിക്കപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അത് താഴോട്ട് നിപതിക്കുകയും പ്രകൃതി വികൃതിയായി തീരുകയും ചെയ്യും. അങ്ങനെ പ്രകൃതിയുടെ ഉത്ക്രാന്തിയായി സംസ്കൃതിയും അതിന്റെ നിവാദമായി വികൃതിയുമുണ്ട്. അപ്പൊ ഇത് സ്വാഭാവികമായി എല്ലാ ജീവിതത്തിലും സംഭവിക്കും എന്നുള്ളതാണ് ഹിന്ദുക്കളുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ഇന്ന് നാം കാണുന്ന വ്യക്തികള് ഇന്ന് ജീവിക്കുമ്പോൾ അവര് വളരെ മാന്യതയോടുകൂടിയോ അല്ലെങ്കിൽ വളരെ ഭവ്യതയോടുകൂടിയോ വിശിഷ്ടമായ ജീവിതം നയിക്കുന്നുണ്ടാകാം. പക്ഷേ അവരുടെ പൂർവ്വ ജന്മത്തിലെ ജീവിതത്തിൽ അവർ ചെയ്തതും കാട്ടിയതുമായ കർമ്മങ്ങൾ, അതിന്റെ ഫലങ്ങൾ കൊണ്ടാണ് ഈ ജന്മത്തില് ഇത് അനുഭവിച്ച് തീർത്ത് പുതിയ ഒരു ജന്മത്തിനു വേണ്ടി അല്ലെങ്കിൽ ഇതിൽ നിന്ന് മോചനമുള്ള ഒരു ജന്മത്തിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ ജീവിതം എന്ന് പറയുമ്പോൾ ഇനിയും ജീവിതമുണ്ട്, ഇതുകൊണ്ട് അവസാനിച്ചിട്ടില്ല. ഇന്ന് അങ്ങനെ ജീവിക്കുന്ന ശ്രേഷ്ഠമായ ജീവിതം നയിക്കുന്ന കഷ്ടപ്പാടുള്ളവരും ഹീനമായ ജീവിതം നയിക്കുന്ന കഷ്ടപ്പാടില്ലാത്തവരും, ഇത് സ്വാഭാവികമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ജീവിതത്തെ നേരത്തെ സൂചിപ്പിച്ച ചാർവാകൻ അല്ലെങ്കിലും ചാർവാകന്മാരുടെ പരമ്പരയിൽ പെടുന്നവര് പലരും അതിനെ എതിർത്തു പോന്നിട്ടുണ്ട്. ചങ്ങമ്പുഴ തന്നെ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, വിത്തനാഥന്റെ ബേബിക്കു പാലും നിർധനച്ചെറുക്കൻ ഉമീനീരും ഈശ്വരേച്ഛയല്ല ആവത് അമ്മട്ടെങ്കിൽ ഈശനെ ചവിട്ടിയിടുക നമ്മൾ എന്നാണ് അദ്ദേഹത്തിന്റെ കൃതി. അപ്പൊ ഇങ്ങനെ പാവപ്പെട്ടവന് ഉമിനീര് കുടിച്ചിറക്കാനും പണക്കാരന് പാല് കുടിക്കാനുമുള്ള അവസരം ഉണ്ടാക്കിയത് വാസ്തവത്തിൽ ഈശ്വരനായിരിക്കില്ല എന്നും അത് അങ്ങനെ ഉണ്ടാക്കുന്ന ആളാണ് ഈശ്വരനെങ്കിൽ ഈശ്വരനെ നമ്മൾ പ്രണമിക്കുകയല്ല വേണ്ടത് എന്നും ആധുനികന്മാരായ ഈ ചർവാക സംഹിതക്കാര് അല്ലെങ്കിൽ കവികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ജീവിക്കുന്ന കഷ്ടപ്പാടുകൾ നാളത്തെ നന്മയുടെ സൂചനകളാണ്. അപ്പൊ അവർക്ക് അത്തരത്തിലുള്ള ജീവിതങ്ങളിൽ കൂടി തന്നെ വേണം മുന്നോട്ട് പോകാൻ. അങ്ങനെ ജീവിച്ച് ഈ ജീവിതത്തിൽ തന്നെ അവരുടെ പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ കൂടുതൽ കൂടുതൽ അനുഭവിച്ച് ഒരു അഗ്നിശുദ്ധി വരുത്തി പുതിയ ഒരു ജീവിതത്തിലേക്ക്, അപ്പൊ അതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു പുനർജന്മം അവർക്കുണ്ടാവും. അല്ലെങ്കിൽ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള കെടുനീതികളും അവിടെ അവസാനിച്ച് ജീവൽ മുക്തി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഇന്ന് ജീവിക്കുന്ന ജീവിത സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ ഈശ്വരനെ എങ്ങനെ കാണണം അല്ലെങ്കിൽ ഈശ്വരീയമായ അനുഗ്രഹത്തിന്റെ അളവുകോലുകളെ കാണേണ്ടത് എന്നുള്ളതാണ് ഹിന്ദു കാഴ്ചപ്പാട്. ഇവിടെ പറഞ്ഞതുമായി അടിസ്ഥാനപരമായി വിയോജിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്നാമതായി ഞാൻ പറഞ്ഞു, പ്രാമാണികമായി ഹൈന്ദവ പ്രഭാടകളിൽ വേദസംഹിതകളിൽ എവിടെയും കാണാൻ പറ്റാത്തൊരു വിശ്വാസമാണ് പുനർജന്മ വിശ്വാസം. ചന്ദക്യോപനിഷത്തിൽ ഉള്ളത് തന്നെ സൂകരന്റെയും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു പന്നിയുടെയും പട്ടിയുടെയും യോനിയോടൊപ്പം ചണ്ടാള യോനിയും സൂചിപ്പിക്കുന്ന ഒരു പരാമർശത്തിന്റെ അടിത്തറയിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. സ്വർഗനരകങ്ങളെ കുറിച്ചുള്ള വിശ്വാസത്തിന്റെ അടിത്തറ എന്താന്ന് വെച്ചാൽ പടച്ച തമ്പുരാൻ പ്രതിഫലം നൽകുന്നതാണ്. അതാണ് ആ വ്യത്യാസം. പടച്ച തമ്പുരാൻ പ്രതിഫലം നൽകുന്നതായത് കൊണ്ട് തന്നെ കർമ്മങ്ങൾക്ക് അവിടെ ഉത്തരവാദിത്തം ദൈവം തമ്പുരാനോട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പുരോഹിതനും പൗരോഹിത്വം കടന്നു വരില്ല. ആ വിശ്വാസത്തെ മാറ്റിമറിക്കുകയാണ് പുനർജന്മ സിദ്ധാന്തം വഴി ചെയ്തത്. ഒന്ന്. രണ്ടാമതായി പ്രശ്നം, ഇവിടെ ഒരു പ്രതിഫലമായി ഇവിടെ കഷ്ടപ്പെടുന്നവൻ അടുത്ത ജന്മത്തിൽ നല്ല ജീവിതം ലഭിക്കുന്നു. ആരറിയുന്നു? ഇപ്പൊ ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്ന ഒരാളോട് ചോദിച്ചു നോക്ക, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്ത സുഹൃതം എന്തൊക്കെയാണ്? അറിയൂല. അങ്ങനെ അറിയാത്തൊരു പ്രതിഫലം കൊണ്ട് എന്താ കാര്യം? അറിയാത്തൊരു പ്രതിഫലം കൊണ്ട് എന്താണ് കാര്യം? ആ ഒരു പ്രതിഫലം ഒരു അർത്ഥവുമില്ല. കാരണം കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ അടുത്ത ജന്മത്തിൽ ജനിച്ചാൽ നന്നായി ജനിക്കും എന്നുള്ള പ്രതീക്ഷ ആ ജന്മം കൊണ്ട് എനിക്ക് ഞാൻ എന്നുള്ള എന്റെ ആത്മാവിന് വല്ലതുണ്ടോ? കാരണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഉള്ള നന്മയോ തിന്മയോ എനിക്കിപ്പോൾ മനസ്സിലാവണല്ലോ. അതേപോലെ തന്നെ ചണ്ടാളനായിരുന്നാലും ബ്രാഹ്മണനായിരുന്നാലും അതറിയൂല, കഴിഞ്ഞ ജന്മത്തെ കുറിച്ചൊന്നും അറിയൂല. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രതിഫലമായി കർമ്മഫലമായി പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. കർമ്മഫലമാണെങ്കിൽ ആ കർമ്മഫലം ബോധ്യമുണ്ടാകണം. മൂന്നാമതായിട്ടുള്ള പ്രശ്നം ഇവിടെ പറഞ്ഞത് അടിസ്ഥാനപരമായി ദൈവവും മനുഷ്യനും ഒന്ന് തന്നെ എന്നുള്ള സിദ്ധാന്തമാണ്. അത് വേറെ നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ള മറ്റൊരു വശമാണ്. പക്ഷേ ഇങ്ങനെയായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും എന്താണ്?
പടച്ച തമ്പുരാനാണ്, അല്ലെങ്കിൽ ദൈവാംശമുള്ളവരാണ്. ഈ ദൈവാംശമുള്ള ദൈവം തന്നെയായ പടച്ച തമ്പുരാൻ തന്നെയായ ബ്രഹ്മം തന്നെയായ പരമാത്മാവ് തന്നെയായ നാമാണ് ഈ സംസാര ചക്രങ്ങളിൽ, പരിണാമ ചക്രങ്ങളിൽപ്പെട്ട് പുനർജന്മ ചക്രങ്ങളിലൂടെ പോകുന്നത്. ആ പുനർജന്മ ചക്രങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു അസ്തിത്വമാണല്ലോ. ആ നാം തന്നെ ആണ് ഇതല്ലാമെങ്കിൽ ഇത് നിർണയിക്കുന്ന മറ്റൊരാൾ ആവശ്യമുണ്ട്. ആ ഒരാൾ ആണ് സൃഷ്ടാവായ തമ്പുരാൻ. ആ സൃഷ്ടാവായ തമ്പുരാൻ, ഞാൻ പറഞ്ഞു, ശ്രുതി പ്രാമാണ്യം, അടിസ്ഥാനപരമായി ശ്രുതി പ്രാമാണ്യമുണ്ട്. ശ്രുതികളിൽ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ഉപനിഷത്തുകളുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ സൂചിപ്പിച്ചില്ല, ആര്യസമാജ സ്ഥാപകനായ ദയാനന്ദ സരസ്വതി ഉപനിഷത്തുക്കളുടെ പ്രാമാണികത്വം നിഷേധിച്ച വ്യക്തിയാണ്. എന്നാൽ വേദദർശനത്തെ അംഗീകരിക്കുന്ന എല്ലാവരും അംഗീകരിക്കുന്നതാണ് ഈ ചതുർവേദ സംഹിതകളിൽ എവിടെയും പുനർജന്മ സിദ്ധാന്തത്തെ കുറിച്ചുള്ള പരാമർശങ്ങളിൽ അവിടെയെല്ലാം കാണാൻ സാധിക്കുന്നത് സ്വർഗനരകങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങളാണ്, വിശ്വാസങ്ങളാണ്. അതാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. മരണാനന്തര ജീവിതത്തെ കുറിച്ച് അറിവ് നൽകേണ്ടത് ആരാണ്? അത് നമ്മൾ ചിന്ത ഉപയോഗിച്ച്, ബുദ്ധി ഉപയോഗിച്ച് എത്തിത്തരാൻ പറ്റുമോ? പറ്റില്ല. കാരണം നമ്മുടെ ചിന്തക്ക് അതീത മരണം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, എന്നിട്ടല്ല മരണാനന്തര ജീവിതം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പറഞ്ഞു തരേണ്ടത് സൃഷ്ടാവായ തമ്പുരാനാണ്. ഇസ്ലാമിക വീക്ഷണത്തിൽ ഇവിടെ സഹോദരി ചോദിച്ച ചോദ്യത്തിന് ഇവിടെയുള്ള ആരായിരുന്നാലും ക്ഷണികമായ ജീവിതമാണ്. പരമാവധി 100 കൊല്ലം 120 കൊല്ലം നമ്മൾക്ക് വെച്ചു കൊടുക്കാം. ക്ഷണികമാണ്. ആ ക്ഷണിക ജീവിതത്തിൽ കഷ്ടപ്പെട്ടാലും പ്രയാസപ്പെട്ടാലും എല്ലാം ദൈവിക മാർഗദർശനം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ശാശ്വതമായ ജീവിതം വരാനിരിക്കുന്നു. ഇവിടെ ധനം നൽകപ്പെട്ടവനായിരുന്നാലും നൽകപ്പെടാത്തവനായിരുന്നാലും എല്ലാം അവന് ഈ ധനവുമായിട്ട് മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റൂല. അവന്റെ ജീവിതം കുറച്ചു കാലത്തേക്കാണ്. സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ആ സുഖ ദുഃഖങ്ങളിലെല്ലാം ദൈവിക മാർഗദർശനം അനുസരിക്കുന്നുവോ എങ്കിൽ പ്രതിഫലം ലഭിക്കും. അല്ലേ സുഖ ദുഃഖങ്ങളിൽ ദൈവത്തെ പഠിച്ച് അവന്റെ മാർഗദർശനത്തിൽ നിന്ന് അപ്പുറം പോയി കൊള്ള നടത്തി, കൊള്ളിവെപ്പ് നടത്തി ജീവിക്കാനാണ് തുനിയുന്നതെങ്കിൽ അവന് രക്ഷയില്ല. അവന് മരണാനന്തര ജീവിതത്തിൽ തീർച്ചയായും പ്രതിഫലം, നരകലോകം പ്രതിഫലമായി ലഭിക്കുമെന്നുള്ളതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. ഇത് കർമ്മഫലത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ സംതൃപ്തിയും പൂർണ്ണമായ ബോധവും ഉണ്ടാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ കർമ്മനിരതനാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ പഠിപ്പിച്ച സിദ്ധാന്തം അതായിരുന്നു. അതാണ് വേദപ്രാമാണ്യം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരു മിനിറ്റ്. ഇപ്പോ നമ്മൾ ഇന്ന് കഷ്ടപ്പെടുന്നതിന് എന്താണ് കാരണമെന്ന് അറിയുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഈ പറയുന്ന വാദത്തിനെ ഖണ്ഡിക്കാൻ പറ്റില്ല. കാരണം പല 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 കുറ്റങ്ങളും നമ്മൾ ചെയ്യുന്നത് നമ്മൾ അറിയുന്നില്ല. പല പല കഷ്ടതകളും നമ്മൾ സഹിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. ഒരുപക്ഷെ ഒരാൾ കൂടുതൽ സിഗരറ്റ് വലിച്ചുകൊണ്ടായിരിക്കാം ക്യാൻസർ ഉണ്ടായിട്ടുള്ളത്. ആ ക്യാൻസർ രോഗിക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല അയാൾ സിഗരറ്റ് വലിച്ചതുകൊണ്ടാണ് ക്യാൻസർ ഉണ്ടായതെന്ന്. അപ്പോ കാരണങ്ങൾ അറിയാതെ കഷ്ടപ്പെടാം എന്നുള്ളത് ഒന്ന്. രണ്ടാമത്, പുനർജന്മ സിദ്ധാന്തത്തിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ധർമ്മം എന്നുള്ളത് മനുഷ്യനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. നമ്മളുടെ ധർമ്മം പ്രകൃതിയോടും ജീവജാലങ്ങളോടും പക്ഷിമൃഗാദികളോടും, എന്തിനു പറയുന്നു, പ്രകൃതി സമ്പത്തിനോട് പോലും നമുക്ക് ചില കടമകളുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കടമകളെ പറ്റിയിട്ട് ഹിന്ദുമതത്തിൽ മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് പ്രപഞ്ചത്തിന് ശാന്തി ഉണ്ടാവട്ടെ, മൃഗങ്ങൾക്ക് ശാന്തി ഉണ്ടാവട്ടെ, ക്ഷുദ്രജീവികൾക്ക് പോലും ശാന്തി ഉണ്ടാവട്ടെ, എല്ലാവർക്കും പ്രകൃതിയിലും എല്ലാത്തിനും ശാന്തി ഉണ്ടാവട്ടെ എന്ന് പറയുന്ന മനുഷ്യന്റെ ധർമ്മത്തിന് മനുഷ്യനിൽ മാത്രം ഒതുങ്ങി നിൽക്കാതിരിക്കാനുള്ള കാരണം പുനർജന്മ സിദ്ധാന്തമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപക്ഷെ നമുക്ക് നാളെ അങ്ങനത്തെ ഒരു ഗതികേട് വന്നേക്കാം, ഒരു മൃഗമായിട്ട് നടക്കേണ്ടി വന്നേക്കാം. ആ സമയത്ത് നമ്മളോട് മറ്റുള്ളവര് നന്മ കാണിക്കണം. ഇന്ന് ഞാൻ ആ പാവം മൃഗത്തിനോട് നന്ദി കാണിക്കണം, അതിനോടൊരു കൃപ കാണിക്കണം. എല്ലാ ജീവജാലങ്ങളോടും മനുഷ്യനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാവരുത് എന്റെ ധർമ്മചിന്ത എന്നുള്ള ഒരു വിശാലമായ ഒരു സ്നേഹ അടിസ്ഥാനം അടിയുറപ്പിച്ചുണ്ടാക്കാനായിട്ട് ഈ പുനർജന്മ സിദ്ധാന്തം അത്
ഉപകരിക്കുമെന്ന് തോന്നുന്നു. പിന്നെ എല്ലാ സിദ്ധാന്തങ്ങളെയും ഒരു സിദ്ധാന്തത്തിനും പൂർണ്ണമായിട്ട് അങ്ങോട്ട് പ്രൂവ് ചെയ്ത് പറയാൻ പറ്റില്ല. ഇതൊക്കെ സിദ്ധാന്തങ്ങളാണ്. അപ്പോൾ നമ്മൾ പുനർജന്മ സിദ്ധാന്തം എന്നുള്ള സിദ്ധാന്തം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രം. നമ്മളുടെ ഒരുപാട് കഷ്ടതകളും ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഈ ഭൂമിയിലുള്ള പലതിൻ്റെയും ചില എക്സ്പ്ലനേഷൻസ് നൽകുന്നതിനുള്ള ഒരു സിദ്ധാന്തമായിട്ട് ഹിന്ദു മതങ്ങള് സ്വീകരിച്ചിട്ടുള്ള അടിസ്ഥാനമായിട്ടൊരു പ്രമാണമാണിത്. അടുത്ത് ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്ന. ഇല്ല, അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. അസ്സലാമു അലൈക്കും. എനിക്ക് അക്ബർ സാറിനോടാണ് ചോദ്യം ചോദിക്കാനുള്ളത്. ഹിന്ദു മതത്തിൽ എൻ്റെ പേര് രാധാകൃഷ്ണൻ, ചുങ്കത്ര താമസിക്കുന്നു, നിലമ്പൂർ ചുങ്കത്ര. ഹിന്ദു മതത്തിൽ കൃഷ്ണ, ഗുരുവായൂരപ്പ എന്നെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ബഹു ദൈവത്വം ഉണ്ടെന്നുള്ളതാണ് കാഴ്ചപ്പാടിൽ കാണുന്നത്. ഇവിടെ സംസാരിച്ചതും അതുപോലെ തന്നെയാണ്. അതുപോലെ നമ്മുടെ മുസ്ലിം മതത്തിൽ ഔലിയമാരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് മതവും തമ്മിൽ എന്താണ് വ്യത്യാസം? സുഹൃത്തിന്റെ ചോദ്യം, ഹിന്ദു മതത്തിൽ പലരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നത് പോലെ ഇസ്ലാം മതത്തിലും പലരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ വ്യത്യാസം? സത്യത്തിൽ സുഹൃത്ത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാം മതത്തിൽ പലരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏർപ്പാടില്ല. ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ പറഞ്ഞു മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല. മുസ്ലിങ്ങൾ ചെയ്യുന്നത് പലപ്പോഴും പലതും ഇസ്ലാമിക വിരുദ്ധമാണ്. അത് വേറെ വശം. ഞാൻ പറഞ്ഞു പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ. ആ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുകയാണ് രക്ഷയുടെ മോക്ഷത്തിന്റെ മാർഗമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ പരിശുദ്ധ ഖുർആനിൽ തിരുസുന്നത്തിൽ നമുക്ക് സൃഷ്ടാവും പരിപാലകനുമായ പടച്ചതമ്പുരാനോടുള്ള പ്രാർത്ഥന, ആരാധന മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഒരു മുസ്ലിം ദിവസേന 17 തവണ പടച്ചതമ്പുരാന്റെ മുന്നിൽ നെഞ്ചിൽ കൈവച്ചു നിന്നുകൊണ്ട് പടച്ചതമ്പുരാന്റെ മുന്നിൽ പ്രതിജ്ഞ ചെയ്യുവാൻ വിധിക്കപ്പെട്ടവനാണ്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. തീർച്ചയായും ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അത് സൃഷ്ടാവിനോടുള്ള അഭ്യർത്ഥനയാണ്, സൃഷ്ടാവിനോടുള്ള പ്രതിജ്ഞയാണ്. ഇതെന്താ കാരണം? 17 തവണ ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ കാരണം മറ്റൊന്നുമല്ല, ഈ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുവാൻ എളുപ്പമാണ്. സൃഷ്ടാവായ തമ്പുരാനെ ആരാധിക്കുന്ന സമ്പ്രദായം പഠിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്ന പ്രവാചകന്മാർ, പരിശുദ്ധ ഖുർആനിൽ തന്നെ പേര് പറയപ്പെട്ടിട്ടുള്ള പ്രവാചകന്മാർ, ഉദാഹരണത്തിന് യേശു ക്രിസ്തു, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം. അതേപോലെ തന്നെ ഞാനിവിടെ പറഞ്ഞു ഭാരതീയ ഋഷിമാർ കൃത്യമായി ദൈവം മാത്രമാണ്, പരമാത്മാവ് മാത്രമാണ്, പരബ്രഹ്മം മാത്രമാണ് ആരാധനകൾ അർഹിക്കുന്നത് എന്ന് പ്രഖ്യാപിച്ച ആളുകൾ, അവർ തന്നെ പിൽക്കാലഘട്ടത്തിൽ ആരാധിക്കപ്പെടുന്ന അവസ്ഥാവിശേഷമുണ്ടായി. യേശു ക്രിസ്തു ആരാധിക്കപ്പെട്ടു, അദ്ദേഹം തന്നെ ദൈവമായി ഉയർത്തപ്പെടുന്ന അവസ്ഥയുണ്ടായി. അതുകൊണ്ട് തന്നെ അന്തിമ പ്രവാചകനിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തിന്റെ അനുയായികൾക്ക് തെറ്റുപറ്റിക്കൂടാ. ദിവസേന അവർ പടച്ചതമ്പുരാന്റെ മുന്നിൽ നിന്ന് പ്രതിജ്ഞ ചെയ്യണം. പക്ഷേ ഇങ്ങനെ പ്രതിജ്ഞ ചെയ്യുന്ന ആളുകളും എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ വഴികേടിൽ, പ്രത്യേകിച്ച് ഈ വിഷയങ്ങളിൽ വഴികേടിലേക്ക് പോയി. ആ വഴികേടാണ് സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചത്. നമ്മൾ ചിന്തിക്കണം. ഇവിടെ പാർട്ടിപരമായ സംഘടനാപരമായ സങ്കുചിതത്വങ്ങളില്ലാതെ ചിന്തിക്കണം. യഥാർത്ഥത്തിൽ ഇസ്ലാമിന് ലോകത്തിന്റെ മുന്നിൽ വെക്കുവാനുള്ള അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട, ലോകത്തിന്റെ മുന്നിൽ വെക്കുവാനുള്ള, മനുഷ്യരുടെ മുന്നിൽ വെക്കുവാനുള്ള സന്ദേശം പടച്ചതമ്പുരാനല്ലാതെ മറ്റാരും ആരാധനകൾ അർഹിക്കുന്നില്ല എന്ന സന്ദേശമാണ്. സൃഷ്ടാവായ തമ്പുരാനല്ലാതെ മറ്റാരും പ്രാർത്ഥന, വഴിപാടുകൾ അർഹിക്കുന്നില്ല എന്ന സന്ദേശമാണ്. ഈ സന്ദേശത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ഇസ്ലാമിന്റെ സത്തയ്ക്ക് യോജിച്ചതല്ല. ഇവിടെ മുസ്ലിങ്ങളിൽപ്പെട്ട ചിലർ മദ്യപിക്കാറുണ്ട്, മുസ്ലിങ്ങളിൽപ്പെട്ട ചിലർ പലിശക്കാരാകാറുണ്ട്, മുസ്ലിങ്ങളിൽപ്പെട്ട ചിലർ കള്ളസാക്ഷ്യം പറയാറുണ്ട്, കള്ളന്മാരാകാറുണ്ട്, കൊള്ളക്കാരാകാറുണ്ട്. അതിന് ഇസ്ലാം അതിന് പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടതില്ല. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ എന്ന് പറയുന്ന, ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ജന്മത്തിന്റെ പേരിൽ കിട്ടുന്ന ഒരു ഏർപ്പാടല്ല. ഞാൻ പറഞ്ഞല്ലോ,
കർമ്മമാണ് ഒരാളെ, ഇസ്ലാം എന്ന പദത്തിനാണ് അർത്ഥം സമർപ്പണബദ്ധാണ്, സമാധാനബദ്ധാണ്. കർമ്മങ്ങളാണ് ഒരാളെ മുസ്ലിമാക്കുന്നത്, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കർമ്മം. ആ കർമ്മം എന്താണ് എന്ന് പഠിപ്പിക്കാൻ പ്രവാചകന്മാർ വന്നു. ആ പ്രവാചകന്മാരിൽ അന്തിമനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ മാറ്റഭേദമില്ലാതെ, യാതൊരു മാറ്റവുമില്ലാതെ, യാതൊരു രൂപത്തിലുമുള്ള കളങ്കമില്ലാതെ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മാറ്റം വരുത്തപ്പെടാത്ത രൂപത്തിൽ ലഭിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ശാസ്ത്രീയ സംവിധാനങ്ങളും നിലനിൽക്കുന്നു. അവ കൃത്യമായി സ്രഷ്ടാവായ തമ്പുരാനോട് മാത്രമുള്ള പ്രാർത്ഥനകൾ, ആരാധനകൾ പഠിപ്പിക്കുന്നവയാണ്. ഇതാണ് വ്യത്യാസം. ഈ ലോകത്തുള്ള പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ചത് ഇത് തന്നെ. പക്ഷേ ആ പ്രവാചകന്മാർക്ക് ശേഷം സമൂഹം മാറിയപ്പോ അതിനനുസരിച്ച് പ്രമാണം മാറി. അതുണ്ടായത് കാരണം എന്താണ്? ആ പ്രമാണങ്ങളുടെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്തം ആ സമൂഹങ്ങളെയായിരുന്നു ഏൽപ്പിച്ചത്. ആ സമൂഹങ്ങളിൽ ചിലർ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സ്ഥാപനവൽകൃത മതത്തിന്റെ വക്താക്കളായപ്പോൾ അവരുടെ സ്ഥാപന മതത്തിന് അനുകൂലമായി പലതും എഴുതി ചേർത്തു. ഇസ്ലാമിക ചരിത്രത്തിൽ പലതും കാണാൻ സാധിക്കും. മദ്യപാനികളായ കള്ളുകുടിയന്മാരായ ഒരുപാട് ഖലീഫമാരുണ്ടായിട്ടുണ്ട്, വ്യഭിചാരികളായ ഖലീഫമാരുണ്ടായിട്ടുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ പ്രവാചകന്റെ തെറ്റുപറ്റാത്ത ജീവിതചര്യയിൽ മാറ്റം വരുത്താൻ ഇതിനനുകൂലമായൊരു വചനം എഴുതി ചേർക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് വ്യത്യാസം. ഇവിടെ ബഹുദൈവാരാധനാപരമായ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അത് ഏത് സമൂഹത്തിലും പിശാച് മനുഷ്യന്റെ ശത്രുവാണ്. ഞാൻ പറഞ്ഞതുപോലെ പടച്ച തമ്പുരാനോടുള്ള ബാധ്യത നിർവഹണത്തിന്റെ കാര്യത്തിൽ അവനെ മാത്രം ആരാധിക്കുക എന്ന സന്ദേശത്തിൽ അത് മനുഷ്യരെ തെറ്റിപ്പിക്കുവാൻ വേണ്ടി പിശാച് സദാസമയം പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അതിന് ജാതിഭേദമൊന്നുമില്ല പിശാചിന്. അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തിലും വഴിപിടവുകൾ ഉണ്ടായിട്ടുണ്ട്. ആ വഴിപിടവുകളുടെ വിഷയത്തിൽ നമുക്ക് പറയാം പരിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും മടങ്ങുക എന്ന്. അതേസമയം പുറത്ത് കൃത്യമായി ബഹുദൈവാരാധനാപരമായ ആശയമുണ്ടായപ്പോൾ തന്നെ അതിനനുകൂലമായ വചനങ്ങൾ വേദഗ്രന്ഥങ്ങളിലേക്ക് തിരികെ കയറ്റപ്പെടുന്ന അവസ്ഥയുണ്ടായി. അതുകൊണ്ട് തന്നെ സത്യാസത്യങ്ങൾക്കുള്ള വിവേചനമായി ഒരു പ്രമാണമായി നിലനിൽക്കാൻ മറ്റു വേദങ്ങൾക്ക് സാധിച്ചില്ല. കാരണം മാനുഷിക വചനങ്ങൾ കടന്നുകൂടി. പരിശുദ്ധ ഖുർആനാകട്ടെ മാനുഷിക വചനങ്ങളുടെ സ്പർശം പോലും ഏൽക്കാത്ത ഗ്രന്ഥമാണ്. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാകട്ടെ കളങ്കമില്ലാത്ത രൂപത്തിൽ ലഭിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ, ശാസ്ത്രീയ സംവിധാനങ്ങളും ലഭ്യമാണ്. എങ്കിൽ അവിടെ അതിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞാൽ ബഹുദൈവാരാധനാപരമായ വിശ്വാസങ്ങളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ആ പ്രമാണങ്ങളിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞാൽ അതാണ് തമ്മിലുള്ള വ്യത്യാസം. സുഹൃത്തിനോട് പറയാനുള്ളത് ഇസ്ലാമിനെ മുസ്ലിങ്ങളുടെ ജീവിതചര്യയിൽ നിന്നല്ല പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും മനസ്സിലാക്കുക എന്നാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, തിരുസുന്നത്ത് മനസ്സിലാക്കി തരുന്നത് സ്രഷ്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കുക എന്ന സന്ദേശമാണ്, അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന സന്ദേശമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഉപചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ചോദ്യം. പേര് ജാബിർ, വിദ്യാർത്ഥിയാണ്. ഹൈന്ദവ ദാർശനികരോടാണ് ചോദ്യം. ഇഷ്ടദേവത സങ്കല്പമാണ് ഹൈന്ദവ ദർശനത്തിൻ്റെ ആരാധ്യതയുടെ മാർഗത്തിൽ ശരിയായ വസ്തുത എന്ന് സിദ്ധാന്തിക്കുകയുണ്ടായി. എന്നാൽ ഋഗ്വേദത്തിൻ്റെ 10ാമത്തെ മണ്ഡലത്തിലെ 121ാമത്തെ സൂക്തത്തിലെ 1ാമത്തെ കൃക്കിൽ പറയുന്നു, ഹിരണ്യഗർഭ സമവർത്രദാഗ്രൈ ഭൂതസ്യ ജാതഃ പതിരേക ആസിദ് സദാധാര പൃഥിവീം ധ്യാമുദേമാം കശ്മൈ ധാവായ ഹവിഷേവിദേമ. ഈ വചനത്തിൽ സൂചിപ്പിക്കുന്നത് ആകാശ ഭൂമികളുടെ സ്വർഗ ഭൂമിയുടെ സ്ഥാപകനായ ഹിരണ്യഗർഭനു മാത്രം ഹവിസർപ്പിക്കുക എന്നതാണെങ്കിൽ ഇഷ്ടദേവത സങ്കല്പത്തെ ഏതു തെളിവിന്റെ വിധത്തിലാണ് നിങ്ങൾ സ്വാധൂകരിക്കുക? ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഹിന്ദുക്കളുടെ അന്തിമമായിട്ടുള്ള ദൈവീകമായ സങ്കല്പമല്ല. ഏറ്റവും ഉയർന്നതായിട്ടുള്ള ദൈവിക സങ്കല്പം എന്ന് പറയാം എന്നുണ്ടെങ്കിൽ അത് നിർഗുണ ബ്രഹ്മമാണ്.
നിർഗുണ ബ്രഹ്മം എന്നുള്ളതാണ് ഏറ്റവും സൂക്ഷ്മതരമായിട്ടുള്ള ഒരു ഹിന്ദുവിന് ഏറ്റവും സൂക്ഷ്മതരമായി പോകുമ്പോൾ ചിന്തിക്കാവുന്ന ഈശ്വരന്റെ ആ രൂപമില്ല. പക്ഷെങ്കിലും മനസ്സിൽ ചില രൂപഭാവാദികളൊക്കെ ഉണ്ടാവണമല്ലോ, അല്ലാണ്ട് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ മനുഷ്യന് ചിന്തിക്കുമ്പോൾ നിർഗുണ ബ്രഹ്മം എന്നുള്ളൊരു തത്വം അല്ലെങ്കിൽ അതിനെപ്പറ്റി ഏതൊരു ആശയമാണോ ഉണ്ടാവുക അതിനെ സ്വീകരിക്കാം എന്ന് മാത്രമാണ്. അപ്പോ ഏറ്റവും ദൈവത്തിൽ മാത്രം ഈശ്വരാർപ്പണം നടത്തണം എന്നുള്ളതാണെങ്കിൽ വാസ്തവത്തിൽ പറയേണ്ടിയിരുന്നത് നിർഗുണ ബ്രഹ്മത്തിന് മാത്രം സേവിക്കൂ എന്നാണ്. പക്ഷേ അങ്ങനെയല്ല ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, ഓരോരോ ഈശ്വര സിദ്ധാന്തക്കാരും ഇതിനകത്ത് തന്നെ പല മത സിദ്ധാന്തങ്ങളുമുണ്ട്. വൈഷ്ണവം, ശൈവം മുതലായിട്ടുള്ള പല സിദ്ധാന്തക്കാരുണ്ട്. ഓരോരോ സിദ്ധാന്തക്കാരും അവരവരുടെ ദൈവമാണ് പരമദൈവം എന്ന് പറയാറുണ്ട്. ശിവനെ മാത്രം പൂജിക്കൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. വേറെ ചില ആളുകൾ വിഷ്ണുവിനെ മാത്രം പൂജിക്കൂ, വിഷ്ണു അല്ലാണ്ട് വേറെ ദൈവമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അതിനെ എടുത്തുകൊണ്ട് ഇതാണല്ലോ ഹിന്ദുമതം പറയുന്നത് എന്ന് പറയാൻ പറ്റില്ല. വിഷ്ണു എന്നുള്ളത് വിഷ്ണുവിനെ ഇഷ്ടദേവതയായിട്ട് സ്വീകരിച്ചിട്ടുള്ള ആളുകൾ വിഷ്ണുവിനെ ഭജിച്ചോട്ടെ. അവരോട് നിർബന്ധിച്ച് പറയും വിഷ്ണുവിനെ മാത്രമേ ഭജിക്കാൻ പാടുള്ളൂ എന്ന് വെച്ച് വിഷ്ണുവിനെ മാത്രം ഭജിക്കാൻ പാടുള്ളൂ എന്നില്ല. ആ ആളുകൾക്ക് ഹിന്ദുക്കൾ പൊതുവെ സാമാന്യമായിട്ടുള്ള ഹിന്ദുക്കള് ആ അർത്ഥത്തിൽ അതിനെടുക്കുന്നില്ല, ആ വാക്കിനെ എടുക്കുന്നില്ല. പിന്നെ വിഷ്ണുവിനെ മാത്രം ഭജിക്കൂ, ഹിരണ്യഗർഭനെ മാത്രം ഭജിക്കൂ എന്ന് പറയുമ്പോൾ മറ്റ് മാർഗങ്ങൾ കൂടി പോകുന്നതൊക്കെ തെറ്റാണ് എന്ന് പറയുന്നില്ല. ഹിരണ്യഗർഭനെ ഭജിക്കൂ അല്ലെങ്കിൽ വിഷ്ണുവിനെ മാത്രം ഭജിക്കൂ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ശിവനെ ഭജിക്കാൻ പാടില്ല എന്നുള്ളതല്ല. അതിന്റെ ഉദാഹരണം ശിവപുരാണത്തിൽ തന്നെയുണ്ട്. ശിവപുരാണത്തില് സതീദേവി ശിവൻ ശ്രീരാമചന്ദ്രനെ ബഹുമാനിക്കാനും പൂജിക്കാനുമായിട്ട് പോകുമ്പോൾ സതീദേവിക്ക് ദേഷ്യമുണ്ടാവും. നിങ്ങളല്ലേ ഏറ്റവും വലിയ ദൈവം, നിങ്ങളെന്തിനാ ശ്രീരാമൻ എന്നുള്ള ആ ദൈവത്തിനെ പൂജിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശിവൻ സ്വന്തം ഭാര്യയായിട്ടുള്ള ആ സതീദേവിയെ ഒരു പാഠം പഠിപ്പിക്കുന്നതാണ് പറയുന്നത്. കാരണം ഞാൻ ശ്രീരാമനെ പൂജിക്കും, ശ്രീരാമൻ ശിവനെയും പൂജിക്കും. രാമായണം എന്ന് പറയുന്നത് ശ്രീരാമന്റെ കഥയാണ്. ആ ശ്രീരാമന്റെ പുരാണത്തിൽ ശ്രീരാമൻ പരമശിവനെ പൂജിക്കുന്നുണ്ട് സേതുബന്ധനത്തിന് മുമ്പായിട്ട്. ശിവപുരാണം ശിവന്റെ മാഹാത്മ്യം പറയാനുള്ള ഗ്രന്ഥമാണ്. ആ ശിവപുരാണത്തിൽ ശിവൻ പോയി ശ്രീരാമനെ പൂജിക്കുന്നു. അപ്പോഴ് ഹിന്ദുമതം ഒരിക്കലും ഹിന്ദുമതത്തിന്റെ ഏകദൈവ വിശ്വാസം എന്നുള്ളത് ഒരു പ്രത്യേക തരത്തിലുള്ളതാണ്. മാത്രമല്ല അത് ഓരോരുത്തരും ഓരോ വിഭാഗക്കാരും ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞെന്ന് വെക്കും. പക്ഷെ അതിനെ ഒരു ഈ ഒരു അർത്ഥത്തിൽ എടുക്കരുത്. ഹിന്ദുമതം ഇസ്ലാം മതം പറയുന്ന പോലെയോ ക്രിസ്തു മതം പറയുന്ന പോലെയോ ഒറ്റ ദൈവത്തിനെ മാത്രമേ ആരാധിക്കുന്നു എന്നുള്ള നിലയ്ക്ക് എടുക്കരുത്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങളത് അതിന്റെ ആ സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് അതിന് ഒരു വ്യാഖ്യാനം കൊടുക്കുകയായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യം അടിസ്ഥാനപരമായി 1-2 പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തേത് ഭാരതീയ ദാർശനിക പാരമ്പര്യങ്ങളെ പഠനത്തിന് വിധേയമാക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുദൈവ ആരാധനാപരമായ സമ്പ്രദായം നിലനിന്നിരുന്നു ഭാരതത്തിൽ, ഇന്ന് നിലനിൽക്കുന്നത് പോലെ. പക്ഷെ ആചാര്യന്മാരിൽ പലരും ബഹുദൈവാരാധനയെ അതിശക്തമായി നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. അതിന് ഇവിടെ സംഹിതകളിൽ തന്നെ വേദങ്ങളിൽ തന്നെ തെളിവ് കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ച ഋഗ്വേദ സംഹിതയിലെ 10-ാം മണ്ഡലത്തിലെ 121-ാമത്തെ സൂക്തത്തിലെ 1-ാമത്തെ ഋക്കിലും യജുർവേദത്തിലെ 13-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനത്തിലുമെല്ലാം പറയുന്ന
ഹിരണ്യഗർഭ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാതഃ പതിരേകാസീത് എന്ന വചനം. ഇവിടെ ഹിരണ്യഗർഭ ശബ്ദം പിൽക്കാലഘട്ടത്തിൽ പല രൂപത്തിലായിട്ടുണ്ട്. പക്ഷേ ഹിരണ്യഗർഭൻ, വിശ്വകർമാവ്, അതേപോലെ തന്നെ പരമപുരുഷൻ, പ്രജാപതി തുടങ്ങിയ നാമങ്ങളിൽ ആണ് വേദസംഹിതകളിൽ കൂടുതലായി പരബ്രഹ്മം തന്നെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ പിൽക്കാലഘട്ടത്തിലെ ഹിരണ്യഗർഭ ശബ്ദത്തിനും ഗ്ലാനി സംഭവിച്ചു. അത് മറ്റൊരു ചരിത്രമാണ്. വേദസംഹിതകളിൽ ബ്രഹ്മശബ്ദം നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കൂല. പരബ്രഹ്മ ശബ്ദവും പരമാത്മ ശബ്ദവും കാണാൻ സാധിക്കൂല. മറിച്ച് ഹിരണ്യഗർഭ ശബ്ദവും വിശ്വകർമ്മ ശബ്ദവും എല്ലാമാണ് നമ്മൾ കാണുന്നത്. ഇത് എല്ലാം എന്തിനാണ്? ഈ ദൈവം തമ്പുരാന് വിശ്വകർമാവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ചവൻ. ഹിരണ്യഗർഭ ശബ്ദത്തിന്റെ അർത്ഥം തന്നെ ഹിരണ്യത്തിന് ഗർഭം ധരിച്ചവൻ എന്ന് വേണമെങ്കിൽ പറയാം. ഏതായിരുന്നാലും ഇങ്ങനെ ഉള്ള സിദ്ധാന്തങ്ങൾ ഇവിടെ നിലനിന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിശക്തമായി ബഹുദൈവാരാധനയെ വിലക്കിയ വചനങ്ങളുണ്ട്. ശക്തമായി തന്നെ അന്തം തമഹ പ്രവിശന്തിയേ സംഭൂതി മുപാസതേ തദോ ഭൂയ ഇവതേ തമോ യൗ സംഭൂത്യാം രഥഃ. ഇത് യജുർവേദത്തിലും ഈശാവാസ്യത്തിലും ഒരേപോലെ പറഞ്ഞത്. ഈശാവാസ്യത്തിൽ യജുർവേദത്തിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് എടുത്തിട്ട് പലതും പറയുന്ന കൂടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. യജുർവേദത്തിലെ 40-ാം അധ്യായത്തിലെ 9-ാമത്തെ വചനത്തിൽ, ഈശാവാസ്യത്തിലെ 12-ാമത്തെ ശ്ലോകത്തിലും. എന്താണിത്? അന്ധകാരത്തിലാണ് പ്രവേശിക്കുക എന്ന് പറഞ്ഞത്. ആരാ ഉപാസിക്കുന്നവർ? പ്രകൃതിയെ ഉപാസിക്കുന്നവരും അതേപോലെ തന്നെ ദേവപിതൃമാനവാദികൾ ഉപാസിക്കുന്നവരും. ഇത് എന്റെ വ്യാഖ്യാനമല്ല. ഇത് ഉപനിഷത്തുക്കളെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നതാണ്. മലയാളത്തിൽ തന്നെ എഴുതപ്പെട്ട പരിഭാഷകളിൽ കാണാൻ സാധിക്കും. മാത്രല്ല, ഈ ബഹുദൈവാരാധന ഗണ്ണനും ഭാരതീയ ആധുനിക കാലഘട്ടത്തിലെ ഭാരതീയ ആചാര്യന്മാർ തന്നെ പലരും നടത്തിയിട്ടുള്ളതാണ്. ശക്തമായി വേദസംഹിതകളുടെ അടിസ്ഥാനത്തിൽ ബഹുദൈവാരാധന ശരിയല്ല, തെറ്റാണ്, വൈദികമായി പാടില്ലാത്തതാണ്, ബഹുദൈവാരാധന നടത്തുന്നവർ മൃഗങ്ങൾക്ക് സമാനമാണ് എന്നാണ് ബൃഹദാരണ്യകോപനിഷത്തിലെ 1-ാം അധ്യായത്തിലെ 4-ാം ബ്രാഹ്മണത്തിലെ 10-ാമത്തെ വചനത്തിൽ പറയുന്നത് എന്നുമെല്ലാം സൂചിപ്പിച്ച പണ്ഡിതന്മാർ, ദയാനന്ദ സരസ്വതിയെ പോലെയുള്ള, വാഗ്ഭടാനന്ദ സ്വാമികളെ പോലെയുള്ള പണ്ഡിതന്മാർ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത്, ഭാരതീയ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെയും ആരാധിക്കാമെന്നുള്ള സിദ്ധാന്തം ചിലപ്പോൾ ലഭിക്കും അങ്ങനെ നോക്കുന്ന ഒരാൾക്ക്. പക്ഷേ ഞാൻ പറഞ്ഞ ദൈവിക മാർഗദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ചരിച്ച സമൂഹം ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഏകദൈവ ആരാധനയിൽ അധിഷ്ഠിതമായ വിശ്വാസമായിരുന്നു നിലനിന്നിരുന്നത് എന്നതിന് ഉപനിഷത്തുക്കളും വേദങ്ങളും യഥേഷ്ടം തെളിവ് നൽകുന്നുണ്ട് എന്നാണ് എനിക്ക് ആ വിഷയകമായി സൂചിപ്പിക്കാൻ. സൂചിപ്പിക്കപ്പെട്ടതിൽ അടിസ്ഥാനപരമായ മനുഷ്യന്റെ ഋഗ്വേദത്തിൽ തന്നെ 3 ദേവന്മാരുടെ പേരുകളുണ്ട്. ദേവേന്ദ്രൻ, ഇന്ദ്രൻ, വരുണൻ, പിന്നെ രുദ്രൻ. ഈ 3 ദേവന്മാർക്കും പൂജയുണ്ട്. പിന്നെ ഞാൻ ശ്രീമാൻ അക്ബറെ വളരെയേറെ ശ്ലാഘിക്കുന്നു, അദ്ദേഹത്തിനെ അനുമോദിക്കുന്നു. അദ്ദേഹത്തിനെ പോലെ എനിക്ക് ഉദ്ധരിക്കാൻ പറ്റില്ല. കാരണം എന്റെ ബ്രെയിൻ ആ നിലയ്ക്കല്ല സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിന്റെ അർത്ഥം, അതിന്റെ ആശയം എനിക്ക് പറയാൻ പറ്റും. ഈ രുദ്രൻ, വരുണൻ മുതലായിട്ടുള്ള ആ 3 ദേവന്മാര് ഉണ്ട് എന്ന് പറയണ്ടായി. ഇങ്ങനെ 3 ദേവന്മാരുണ്ട്. പിന്നെ ഈ 3 ദേവന്മാരെയും പൂജിക്കുന്ന ഉപനിഷത്തുകളിലെ ചില വരികൾ കോട്ട് ചെയ്തിട്ട് പറയേണ്ടത് അവിടെയൊക്കെ ഏകദൈവ ആരാധനയാണെന്ന്. പക്ഷെ ഉപനിഷത്തുകളെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഉപനിഷത്തിന്റെ ഭാഷ ആർക്കും അറിയില്ല. വേദഭാഷയിലാണ് അതൊക്കെ ഇട്ടുള്ളത്, വൈദികമായിട്ടുള്ള ഭാഷയിലാണ്. വൈദികമായിട്ടുള്ള ഭാഷ എന്ന് വെച്ചാൽ ഇന്നുള്ള സംസ്കൃതമല്ല. ആ സംസ്കൃതം അറിയണമെങ്കിൽ വേദഭാഷ പഠിച്ച് മാത്രമേ അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വേദഭാഷ പഠിച്ച് വ്യാഖ്യാനിച്ചിട്ടുള്ള ആളാണ് ശങ്കരാചാര്യർ. അപ്പൊ വേദങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ശങ്കരാചാര്യർ വഴിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള മഹാന്മാരായിട്ടുള്ള സായണ മഹർഷിയുണ്ട്, യാസ്കനുണ്ട്, ഇങ്ങനെയുള്ള വ്യാഖ്യാതാക്കൾ വഴി മാത്രമേ നമുക്ക് വേദങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം വൈദിക സംസ്കൃതത്തിലാണ് അത് എഴുതിയിട്ടുള്ളത്, ക്ലാസിക്കൽ സംസ്കൃതത്തിലാണ് ഇവരെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഈ വ്യാഖ്യാനങ്ങൾ വഴിയേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ശങ്കരാചാര്യരാണ് വേദാന്തത്തിന്റെ
വേദാന്തത്തിനെ സ്ഥാപിച്ച ആള് എന്ന് പറയാം. ആ വേദാന്ത വ്യാഖ്യാനം അനുസരിച്ച് ഈ ഹിരണ്യഗർഭം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ഒരു പ്രാഗ്രൂപമാണ്, സൃഷ്ടിയുടെ ഒരു പ്രാഗ്രൂപം മാത്രമാണ്. അല്ലാണ്ട് അത് നിർഗുണ ബ്രഹ്മമല്ല, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്നതായ ഒരു ദൈവീക സങ്കല്പമല്ല ഹിന്ദുക്കളെ സംബന്ധിച്ച് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഉപചോദ്യത്തിനുള്ള നേരത്തെ സാറുടെ സംസാരത്തിൽ ഹൈന്ദവതയുടെ ഹിന്ദുത്വത്തിന്റെ മാനദണ്ഡമായി പരിഗണിക്കുന്ന വേദഗ്രന്ഥങ്ങളിൽ സ്വാഭാവികമായും കാലഗണന പ്രകാരം മാനുഷികമായ കൈകടത്തലുകൾ വന്നിട്ടുണ്ട് എന്ന് സിദ്ധാന്തിക്കുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഋഗ്വേദം രേഖപ്പെടുത്തുന്ന 333 വരെയുള്ള ദേവന്മാരിൽ ഇന്ദ്രൻ, മിത്രൻ, വരുണൻ, അഗ്നി, വിഷ്ണു എന്ന് പറയുന്ന ആളുകളെ കൂടി ആരാധ്യരായി സ്വീകരിക്കാം എന്ന് പറയുന്നത് തീർച്ചയായും മാനുഷിക കൈകടത്തലാവുകയില്ലേ? കാരണം ഇതര വേദഗ്രന്ഥങ്ങളുടെ പരാമർശങ്ങളിൽ ഇത്തരത്തിൽ ഹിരണ്യഗർഭനെയോ വിശ്വകർമാവിനെയോ പ്രജാപതിയെയോ വിളിച്ചു പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് എന്നുണ്ടായിരിക്കെ അതിനപ്പുറം ചെയ്യുന്നത് മൂഢമായ വിശ്വാസമാണെന്നും നരകീയ പാതയാണെന്നും സൂചിപ്പിക്കുക വഴി ഏതു മാനദണ്ഡ പ്രകാരമാണ് ഈ പൂർണ്ണമായ എല്ലാ ആളുകളെയും എല്ലാ ഇഷ്ടദേവന്മാരെ സ്വീകരിക്കാനുള്ള ആശയം സാധൂകരിക്കപ്പെടുന്നത് എന്നാണ് എനിക്ക് ഉത്തരം കിട്ടേണ്ടത്. മാനുഷികമായിട്ടുള്ള കൈകടത്തലുകളെ പറ്റിയിട്ട് ഹൈന്ദവ ദാർശനികന്മാർ വലുതായിട്ട് പേടിക്കുന്നില്ല, ഭയപ്പെടുന്നില്ല. അത് വായിച്ചു നോക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്വേഷണമാണ്. ഹൈന്ദവനെ സംബന്ധിച്ച് വേദഗ്രന്ഥം എന്ന് പറയുന്നത് അന്വേഷണത്തിലൊരു ഉപാധിയാണ്. അത് വായിച്ചു നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോഴിങ്ങനെ പറഞ്ഞിട്ടില്ല, പ്രക്ഷിപ്ത ഭാഗത്തിലല്ല അങ്ങനെ പറയുന്നത്, ഒറിജിനൽ ഭാഗത്ത് അങ്ങനെ പറയുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള സംശയങ്ങൾ ഒരു ഹിന്ദുവിനെ ഒരിക്കലും വേവലാതിപ്പെടുത്താറില്ല. പ്രക്ഷിപ്ത ഭാഗം ഏതാണ്, ഒറിജിനൽ ഭാഗം ഏതാണെന്ന് വറി ചെയ്യാറില്ല. അയാളത് വായിച്ചു നോക്കിയിട്ട് അയാളുടെ ആ മനസ്സിനകത്തുള്ള ഈശ്വരീയ ഭാവവുമായിട്ട് തട്ടിച്ചു നോക്കി ആ പാഠ്യപുസ്തകവും അയാളുടെ ആത്മാവും തമ്മിൽ പ്രതികരിക്കുമ്പോൾ, അവ തമ്മിൽ യോജിക്കുമ്പോൾ ഉണ്ടാവുന്ന സഹൃദയ ഭാവത്തിൽ നിന്നാണ് അയാൾ അർത്ഥജ്ഞാനം നേടുന്നത്. അപ്പോഴ് അയാൾക്ക് തോന്നുകയാണ്, അയാൾക്ക് ആ തോന്നുന്ന സത്യമാണ് വാസ്തവത്തിൽ സത്യം, ആ സത്യത്തിനെയാണ് അയാൾ ആരാധിക്കുക. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ദൈവത്തെക്കുറിച്ച സത്യസന്ധമായ സന്ദേശം എന്താണ് എന്നതാണ്. ആരാധനയെക്കുറിച്ച സത്യസന്ധമായ സന്ദേശം എന്താണ് എന്നതാണ്. ഇവിടെ ഞാൻ പറഞ്ഞു, പ്രവാചകന്മാർ മുഴുവനും സൃഷ്ടാവായ തമ്പുരാനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞു. ആ സൃഷ്ടാവായ തമ്പുരാനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുന്ന വചനങ്ങൾ ഉപനിഷത്തുകളിലുണ്ട്, വേദസംഹിതകളിലുണ്ട്. ഈ വചനങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ, ശ്രീ ശങ്കരാചാര്യർ മാത്രമാണ് വേദത്തെ വ്യാഖ്യാനിക്കുവാൻ സാധിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അത് ഭാരതീയമായ അഭിപ്രായമല്ല, അത് അദ്വൈതപരമായ അഭിപ്രായം എന്ന് പറയാം. ശ്രീ ശങ്കരാചാര്യരെ നിശിതമായി വിമർശിക്കുന്നുണ്ട് മാധ്വാചാര്യർ, ശങ്കരാചാര്യരുടെ സകല സിദ്ധാന്തങ്ങളെയും. അതേപോലെ തന്നെ രാമാനുജാചാര്യർ അദ്ദേഹത്തെ പിന്നെ ആദ്യം തന്നെ ശ്രീ ശങ്കരാചാര്യരെ വിമർശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ശ്രീ ശങ്കരാചാര്യരെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ശങ്കരാചാര്യരെ വിമർശിക്കുകയാണ് ആധുനിക പണ്ഡിതനായ ഞാൻ പറഞ്ഞ ദയാനന്ദ സരസ്വതി ചെയ്തത്. വാഗ്ഭടാനന്ദ സ്വാമികൾ ഇതേപോലെ തന്നെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, ശ്രീ ശങ്കരാചാര്യർ തന്നെ അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളുമായി എത്രത്തോളം പൊരുത്തപ്പെടുന്നു എന്ന കാര്യത്തിൽ അദ്ദേഹം തന്നെ ആദ്യമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പോകുന്നത് ദൈവത്തെക്കുറിച്ചുള്ള തന്റെ സങ്കല്പത്തിന് വിരുദ്ധമാണ് എന്ന് അദ്ദേഹം ആശങ്കിച്ചിരുന്നു എന്ന് ഭാരതീയ ദർശനത്തിന്റെ നമ്മുടെ ഈ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ഭാരതീയ ദർശനത്തിന്റെ 2ാം വോള്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ
പ്രപഞ്ചം മുഴുവനും സർവ്വവ്യാപിയാണ് തഴമ്പുരാൻ പരബ്രഹ്മം എന്നുള്ള സിദ്ധാന്തത്തിന് എതിരാവുകയില്ലേ ക്ഷേത്രത്തിൽ പോകുന്ന ഏർപ്പാടി എന്ന് അദ്ദേഹം തന്നെ ആശങ്കിച്ചതായി. അപ്പോ യഥാർത്ഥത്തിൽ ഏത് കാര്യത്തിനും ദൈവം തമ്പുരാനെ വ്യാഖ്യാനിക്കണമെങ്കിൽ, ദൈവം തമ്പുരാനെ പൂർണ്ണമായി അറിയണമെങ്കിൽ കൃത്യമായ ദൈവിക മാർഗദർശനം വേണം എന്നാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. എല്ലാവരുടെ ഫിലോസഫി ഉണ്ട്. മാധ്വാചാര്യരുടെ ഫിലോസഫി മോശമല്ല, രാമാനുജാചാര്യരുടെ ഫിലോസഫി മോശമല്ല. അദ്വൈതത്തിന്റെ ഫിലോസഫി പൊതുവെ എടുക്കപ്പെടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എല്ലാത്തിനെയും ആരാധ്യമാക്കുവാൻ പറ്റുന്ന ഒരു തത്വശാസ്ത്രത്തിന് അദ്വൈതത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അദ്വൈതത്തിന് സുന്ദരമായ ഒരു ഫിലോസഫി ഉണ്ട്. ഈ ഫിലോസഫിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു സത്യം ഏത് എന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ട് എത്തിച്ചേരാൻ പറ്റൂല. അവിടെയാണ് കൃത്യമായ പ്രമാണം ആവശ്യമായി വരുന്നത്. സൃഷ്ടാവായ തമ്പുരാൻ പ്രപഞ്ചാതീതമാണ്, പദാർത്ഥാതീതമാണ്. നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്ത പദാർത്ഥ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടി, മനസ്സിലാക്കുവാൻ വേണ്ടി, സാങ്കല്പിക ചിത്രങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി നൽകപ്പെട്ടതാണ്. ഫിസിക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ടൈം സ്പേസ് കോണ്ടിന്യൂത്തിന് അതീതമായ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. ആ ടൈം സ്പേസ് കോണ്ടിന്യൂത്തിന് അതീതനാണ് പടച്ച തമ്പുരാൻ. കാരണം എന്താ? പ്രപഞ്ചം ടൈം സ്പേസ് കോണ്ടിന്യൂമാണ്, സ്ഥലകാല നൈരന്തര്യമാണ്. ആ സ്ഥലകാല നൈരന്തര്യത്തിന് അതീതനായ പടച്ച തമ്പുരാനെ കുറിച്ച് കൃത്യമായി അറിയണമെങ്കിൽ അവന്റെ മാർഗദർശനം വേണം. അതാണ് പ്രവാചകന്മാരിലൂടെ ഉണ്ടായത്. അത് ഭാരതീയ പ്രവാചകന്മാരിലൂടെ